ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും ഓണം സൂപ്പർ സ്റ്റാർ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ ചെല്ലയുടെ ഓണം സൂപ്പർ സ്റ്റാർ സീരീസ് നടന്നുകൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ അതിൽ തന്നെ സുവോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ചാപ്റ്ററിന്റെ പേര് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അപ്പോൾ വളരെ ചെറിയൊരു ചാപ്റ്ററാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ കോൺസെപ്റ്റ്സ് നമുക്ക് വളരെ ബ്രീഫായിട്ട് പഠിക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മെയിൻ കണ്ടന്റിലേക്ക് പോകാം. മക്കളെ, ആദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ടോട്ടൽ വെൽബീയിങ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ്റെ എല്ലാ രീതിയിലും, അപ്പോൾ അതായത് ഫിസിക്കൽ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഇമോഷണലി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ബിഹേവിയറൽ, സോഷ്യൽ, അതായത് ഏത് ആസ്പെക്റ്റുകളിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവിടെ ഒരാൾ ഹെൽത്തിയർ ആണെന്നുണ്ടെങ്കിൽ, റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ ആസ്പെക്ട്സിലും ഒരാൾ ഹെൽത്തിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? അയാൾ വെൽബീങ് ആണെന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് എന്ത് പറയാം? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഉള്ള ഒരാളാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് റെഫേഴ്സ് ടു എ ടോട്ടൽ വെൽബീയിങ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷൻ, എസ്പെഷ്യലി ഇൻ ദ ഫിസിക്കൽ, ഇമോഷണൽ, ബിഹേവിയറൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു പ്രോഗ്രാം ഇനിഷ്യേറ്റ് ചെയ്തു. ആ പ്രോഗ്രാമിൻ്റെ പേരാണ് മക്കളെ ഫാമിലി പ്ലാനിങ് എന്ന് പറയുക. അപ്പോൾ ഫാമിലി പ്ലാനിങ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം വന്ന വർഷമാണ് 1951. ഓക്കെ, അത് മറക്കരുത്. ഇപ്പോൾ ഏത് സർക്കാരാണെങ്കിൽ ഏത് ഗവൺമെൻറ് ആണ് ഫാമിലി പ്ലാനിങ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഗവൺമെൻറ് ആണ്. വർഷം 1951. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായി ബന്ധപ്പെടുത്തിയിട്ട് ആദ്യമായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് 1951 കൊണ്ടുവന്ന പ്രോഗ്രാമിൻ്റെ പേരാണ് ഫാമിലി പ്ലാനിംഗ് എന്ന് പറയാം. Currently, it is named as Reproductive and Child Health Care Programs. ഇപ്പോൾ ഈ പറയുന്ന ഫാമിലി പ്ലാനിംഗ് അറിയപ്പെടുന്ന പേരാണ് RCH പ്രോഗ്രാം എന്ന് പറയാം. അപ്പോൾ RCHന്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചേക്കണം. RCHന്റെ ഫുൾ ഫോം ആണ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, അതും പഠിക്കണം. അടുത്തത് സോഷ്യൽ പ്രോബ്ലംസ് റിഗാർഡിങ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായി ബന്ധപ്പെടുത്തിയിട്ട് വരുന്ന കുറേയധികം സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറേയധികം മിത്ത്, തെറ്റായ ധാരണകൾ, മിസ്കൺസെപ്ഷൻസ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഈ പറയുന്നവയൊക്കെ എന്താണ് RCH വഴി എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോഷ്യൽ പ്രോബ്ലംസ്, റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായി ബന്ധപ്പെട്ട സോഷ്യൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെടുത്തി വന്ന നമ്മുടെ RCHന്റെ എന്താണ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ കുറേയധികം തെറ്റായ ധാരണകൾ, മിത്സും അതോടൊപ്പം തന്നെ മിസ്കൺസെപ്ഷൻസും ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് RCH കൊണ്ടുവന്ന സ്ട്രാറ്റജി ആയിരുന്നു ക്രിയേറ്റ് അവയർനെസ് അമംഗ് ദ പീപ്പിൾ. അതായത് ആൾക്കാരിലേക്ക് ഈ പറഞ്ഞ റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കോൺസെപ്റ്റുകൾ എത്തിക്കുക. ദാറ്റ് ഈസ് അവരെ എന്താക്കുക, അവർക്ക് ബോധവൽക്കരണം കൊണ്ടുവരിക. അതാണ് ഒരു സ്ട്രാറ്റജി അവർ കൊണ്ടുവന്നത്. അടുത്ത് നോക്കുക, ഇൻട്രൊഡക്ഷൻ ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾസ്. അതായത് സ്കൂളുകളിൽ, വിദ്യാലയങ്ങളിൽ ഈ പറയുന്ന ലൈംഗിക വിദ്യാഭ്യാസം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ കുഞ്ഞുങ്ങളിൽ ആ തെറ്റായ ധാരണകൾ, സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ തെറ്റായ ധാരണകൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായി ബന്ധപ്പെടുത്തി, റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെയുള്ള തെറ്റായ ധാരണകൾ മാറ്റാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് അൺഹെൽത്തി ആയിട്ടുള്ള ചിൽഡ്രൻ. അപ്പോൾ അതൊരു എന്തായിരുന്നു, ഒരു സോഷ്യൽ പ്രോബ്ലമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവന്ന RCH സ്ട്രാറ്റജിയാണ് എഡ്യൂക്കേറ്റ് അബൌട്ട് പോസ്റ്റ് നേറ്റൽ കെയർ, ഇമ്പോർട്ടൻസ് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്, പ്രൊവൈഡ് ഇമ്മ്യൂണൈസേഷൻ. അതായത് നമ്മുടെ സമൂഹത്തിൽ ഹെൽത്തിയർ അല്ലാത്ത കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? അപ്പോൾ ഈ RCH വന്നതിൻ്റെ ഫലമായിട്ട് RCH ഇങ്ങനെ അൺഹെൽത്തിയർ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേയധികം പ്രോഗ്രാംസ് കൊണ്ടുവന്നു. ഫോർ എക്സാമ്പിൾ ഇമ്മ്യൂണൈസേഷൻ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതായത് കൃത്യമായ രീതിയിൽ നമ്മൾ വാക്സിനേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇപ്പോൾ പോളിയോ വാക്സിൻ, അങ്ങനെ പല പല വാക്സിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ കൃത്യമായ സമയത്ത്, കൃത്യ ഏജിൽ അതെന്ത് ചെയ്യുന്നത്, കൃത്യസമയത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഈ ഓരോ ഇമ്മ്യൂണൈസേഷനും നമ്മൾ കൃത്യമായിരുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തെങ്കിൽ മാത്രമേ അവർക്കൊരു ഹെൽത്തിയർ ആയിട്ട് അവരെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലേ? അപ്പോൾ ഇമ്മ്യൂണൈസേഷൻ പ്രൊവൈഡ് ചെയ്തു. അതോടൊപ്പം തന്നെ എഡ്യൂക്കേറ്റ് അബൌട്ട് പോസ്റ്റ് നേറ്റൽ കെയർ. പോസ്റ്റ് നേറ്റൽ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആ കുഞ്ഞിനെ അത് എന്താണ് ജനനത്തിന് ശേഷം അവരെ നന്നായിട്ട് പരിപാലിക്കുക, അതെങ്ങനെ പരിപാലിക്കണം അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. മുലയൂട്ടലിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പോൾ കൃത്യമാർന്ന അളവിന് ആ ഒരു എന്താണ് മിൽക്ക് കിട്ടിയെങ്കിൽ, അമ്മയുടെ മിൽക്ക് കിട്ടിയെങ്കിൽ, ദാറ്റ് ഇസ് കൊളസ്ട്രം എന്ന് നമ്മൾ പറയില്ല, അത് കിട്ടിയെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തിയർ ആയിട്ട് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, കൊളസ്ട്രത്തിൻ്റെയൊക്കെ ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അത് ഒക്കെ ആര് പറഞ്ഞു കൊടുത്തു? ഈ RCH എന്ന് പറയുന്നതിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. അടുത്തത് ഇൻഫെർട്ടിലിറ്റി. ഒരു സോഷ്യൽ പ്രോബ്ലം ആയിരുന്നു ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത എന്ന് പറയുന്നത്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമാർന്ന രീതിയിൽ മെഡിക്കൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാൻ ആർക്ക് സാധിച്ചു? RCH പ്രോഗ്രാമിന് സാധിച്ചു. അടുത്തത് സ്പ്രെഡിങ് ഓഫ് STD. മക്കളെ, STD എന്ന് പറഞ്ഞിട്ട് ഡിസീസസ് ആണ് അല്ലേ. സെക്ഷൽ ഇന്റർകോഴ്സ് വഴി ഒരു പാർട്ട്ണറിൽ നിന്നും മറ്റൊരു പാർട്ട്ണറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന അസുഖങ്ങളെയാണ് നമ്മൾ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന് പറയുക. അപ്പോൾ ഈ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഉണ്ടെങ്കിൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട RCH സ്ട്രാറ്റജി എന്താ? മെഡിക്കൽ ഹെൽപ്പ് തേടുക എന്നുള്ളതായിരിക്കും അല്ലേ, പ്രൊവൈഡ് മെഡിക്കൽ ഹെൽപ്പ്. അടുത്ത അൺകൺട്രോൾഡ് പോപ്പുലേഷൻ ഗ്രോത്ത്. അതായത് പോപ്പുലേഷൻ ഗ്രോത്ത്, ജനസംഖ്യാ വർധന അൺകൺട്രോൾഡ് ആയിട്ട് കൂടുകയാണ്. അതൊരു സോഷ്യൽ പ്രോബ്ലം അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് RCH വഴി എങ്ങനെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ RCH വഴി എങ്ങനെ നമുക്കതിനെ പരിഹരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൾക്കാരെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജനങ്ങളെ ബോധവൽക്കരണം നടത്തുകയാണ്, അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. ബർത്ത് കൺട്രോൾ മെഷേഴ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. അടുത്ത ഇല്ലീഗൽ ഫീമെയിൽ ഫീറ്റിസൈഡ്. അതായത് കുഞ്ഞ് പെണ്ണാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പെൺ ഭ്രൂണഹത്യകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫീമെയിൽ ഫീറ്റിസൈഡ് ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലം അല്ലേ, ഒരു സോഷ്യൽ പ്രോബ്ലമാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു RCH വഴി പരിഹരിച്ചത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തി എന്താണ് ഇവർ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആംനിയോസെൻറ്റസിസ് എന്ന് പറയുന്ന കാര്യത്തെ അവർ ബാൻ ചെയ്തു. മക്കളെ, ആംനിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫീറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ ടെസ്റ്റ് ബേസ്ഡ് ഓൺ ദ ക്രോമസോമൽ പാറ്റേൺ ഇൻ ദ ആംനിയോട്ടിക് ഫ്ലൂയിഡ് സറൗണ്ടിങ് ദ ഡെവലപ്പിംഗ് എംബ്രിയോ. അതായത് കുഞ്ഞ് അമ്മയുടെ യൂട്രസിലിരിക്കുമ്പോൾ ആ കുഞ്ഞിന് ചുറ്റുമായിട്ടൊരു ഫ്ലൂയിഡ് ഉണ്ട് കേട്ടോ, അതിനെ വിളിക്കുന്ന പേര് ആംനിയോട്ടിക് ഫ്ലൂയിഡ്. ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ കുഞ്ഞിൻ്റെ സെല്ലുകൾ ഉണ്ടാവും. അപ്പോൾ ആ സെല്ലുകൾ നമ്മുടെ അമ്മയുടെ ബോഡിയിൽ നിന്നും കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ സെല്ലിനകത്തുള്ള ക്രോമസോംസിനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ക്രോമസോംസിനെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, ആക്ച്വലി കുഞ്ഞിന് എന്തെങ്കിലും ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ ആംനിയോസെൻറ്റസിസ് പോലെയുള്ള കാര്യങ്ങൾ ഒറിജിനലി ചെയ്യുക. പക്ഷേ ആംനിയോസെൻറ്റസിസ് ഇന്നത്തെ കാലത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അത് ആൾക്കാർ മിസ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ എന്താ മിസ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രോമസോംസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ XXY ക്രോമസോമുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലേ. അപ്പോൾ XY ആണെങ്കിൽ കുഞ്ഞ് ആണും XX ആണെങ്കിൽ കുഞ്ഞ് പെണ്ണും ആണെന്ന് മനസ്സിലാവും അല്ലേ. കുഞ്ഞ് പെണ്ണാണ് എന്ന് ആംനിയോസെൻറ്റസിസിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ അങ്ങ് നശിപ്പിച്ച് കളയുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അപ്പോൾ ഫീമെയിൽ ഫീറ്റിസൈഡ് നടക്കുകയാണ്, ഇല്ലീഗലായിട്ട് നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് ആംനിയോസെൻറ്റസിസ് നിയമത്തിൽ കൊണ്ടുവരികയുണ്ടായി. ഓക്കെ, അപ്പോൾ ഇവയൊക്കെ എന്താണ്? RCHന്റെ സ്ട്രാറ്റജീസ് ആണ്. ഓക്കെ, അതായത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായി ബന്ധപ്പെടുത്തിയിട്ട് ധാരാളം സോഷ്യൽ പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഫേസ് ചെയ്യാനായിട്ടാണ് എന്ത് കൊണ്ടുവന്നത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് 1951 ഫാമിലി പ്ലാനിങ് കൊണ്ടുവന്നത്. ഇന്നത് അറിയപ്പെടുന്ന പേരാണ് RCH പ്രോഗ്രാം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു പോപ്പുലേഷൻ ഗ്രോത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം എന്ത് ചെയ്യാണ്? കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാരണങ്ങൾ എന്താണ്? അപ്പോൾ അതൊന്ന് നോക്കാം. ഇൻക്രീസ്ഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് അല്ലേ. അതായത് ഹെൽത്ത് ഫെസിലിറ്റീസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക മക്കളെ? ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇൻക്രീസ്ഡ് ഹെൽത്ത് ഫെസിലിറ്റീസ്, അതായത് ആൾക്കാരുടെ ആ ജീവിത സാഹചര്യം, ബെറ്റർ ആയിട്ടുള്ള ലിവിങ് കണ്ടീഷൻസ് ആണ്. അതോടൊപ്പം തന്നെ ഹെൽത്ത് ഫെസിലിറ്റീസ് എന്ത് ചെയ്യാണ്? കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതൊരു കേസാണ്. അപ്പോൾ അതും എന്തൊരു കാരണമായി തീർന്നു? പോപ്പുലേഷൻ കൂടാൻ കാരണമായി. അടുത്ത നോക്കുക, ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ്, മരണനിരക്ക് കുറഞ്ഞു. അതോടൊപ്പം തന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ദാറ്റ് ഈസ് MMR. MMR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ മാതൃമരണ നിരക്ക്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ശിശുമരണ നിരക്ക്. അപ്പോൾ മാതൃമരണ നിരക്കിന്റെ കേസായാലും ശിശുമരണ നിരക്കിന്റെ കേസായാലും മരണനിരക്ക് എന്ത് ചെയ്തു മക്കളെ? കുറഞ്ഞു. മരണനിരക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും മക്കളെ? ജനന നിരക്ക് അവിടെ കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ പോപ്പുലേഷന്റെ സൈസ് അവിടെ കൂടുതലായിരിക്കും. ഓക്കെ, മരണം കുറയുക എന്ന് പറയുമ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ ഏതാണ് ഇവിടെ പറയുന്നത്? ഈ പറയുന്ന മോർട്ടാലിറ്റി റേറ്റ് കുറയാൻ തുടങ്ങി. ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ റീപ്രൊഡ്യൂസബിൾ ഏജ്. അടുത്തൊരു കാരണം, പോപ്പുലേഷൻ കൂടാനുള്ള അടുത്തൊരു കാരണം എന്ന് പറയുന്നത് റീപ്രൊഡ്യൂസബിൾ ഏജിലുള്ള ആൾക്കാരുടെ ആ ഒരു
എണ്ണം വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതൊരു റീസൺ ആണ്. അടുത്ത പോപ്പുലേഷൻ ഗ്രോത്ത് കൂടാനുള്ള മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള കപ്പിൾസ് ഉണ്ടാവുമല്ലോ. ഇൻഫെർട്ടൈൽ കപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത ജനറേഷൻ ഉണ്ടാക്കാൻ പറ്റാത്ത കപ്പിൾസ് ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് കാരണമായിരിക്കാം. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ധാരാളം മാർഗ്ഗങ്ങൾ ടെക്നോളജീസ് ഒക്കെ ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം എന്താ അവിടെ ഹെൽത്ത് ഫെസിലിറ്റീസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫെർട്ടൈൽ കപ്പിൾസിനെ അസിസ്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ധാരാളമായിട്ട് ഇന്നത്തെ കാലത്ത് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പോൾ അതും എന്തിന് കാരണമായി? ഈ ബർത്ത് റേറ്റ് കൂട്ടാൻ കാരണമായി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പോപ്പുലേഷൻ കൂടി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പോപ്പുലേഷൻ ഗ്രോത്തുമായി ബന്ധപ്പെടുത്തിയിട്ട് പോപ്പുലേഷൻ ഗ്രോത്ത് കൂടാനായിട്ട് ഉള്ള കാരണങ്ങൾ എന്ന് പറയാം. ഇനി പോപ്പുലേഷൻ ഗ്രോത്ത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഓക്കെ, അല്ലെങ്കിൽ പോപ്പുലേഷൻ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോട്ടിവേറ്റ് സ്മോളർ ഫാമിലീസ് ബൈ യൂസിങ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. ഗർഭനിരോധന മാർഗ്ഗങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് എന്തിനെ പ്രൊമോട്ട് ചെയ്യുക? കുഞ്ഞു ഫാമിലീസ് അല്ലെ, അണുകുടുംബം എന്നൊക്കെ നമ്മൾ പറയില്ലേ, സ്മോളർ ഫാമിലീസിനെയും പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാം. അവെയർ പീപ്പിൾസ് അബൌട്ട് ദ സ്ലോഗൻ ഹം ദോ ഹമാരേ ദോ വി ടു അവർ ടു. അതായത് ഒരു ഫാമിലി എടുത്തു കഴിഞ്ഞാൽ അവിടെ അച്ഛനും അമ്മയും അവർക്ക് 2 കുഞ്ഞുങ്ങൾ. ഇപ്പോൾ അത് മാറിയിട്ടുണ്ടല്ലേ. ഇപ്പോൾ 2 ആൾക്കാർ, അതായത് പാരൻസ് ആണെങ്കിൽ അവർക്ക് ഒരു കുഞ്ഞെന്നുള്ള രീതിയിലോട്ടൊക്കെ ഇന്നത്തെ കാലത്ത് മാറിയിട്ടുണ്ട് അല്ലെ. സമൂഹം മാറിയിട്ടുണ്ട്, ചിന്താഗതികൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ന്യൂക്ലിയർ ഫാമിലി അല്ലെങ്കിൽ മൈക്രോ ഫാമിലി എന്ന കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരിക. Then statutory raising of marriageable age of the female and males. അതായത് ഫീമെയിലിൻ്റെ ഏജ് എന്ന് പറയുന്നത് 18, മെയിലിൻ്റെ ഏജ് 21 എന്ന രീതിയിൽ മാരേജബിൾ ഏജ് ഉയർത്തുക. അപ്പോൾ അങ്ങനെ ഒക്കെ കൊണ്ടുവെക്കുമ്പോഴേക്കും ഒരു പരിധി വരേക്കും എന്ത് ചെയ്യാമെന്നാണ് പറയണേ, പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി ഈ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് കോൺട്രാസെപ്റ്റീവ്സ് ആണ്, ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ആണ്. അപ്പോൾ ഈ കോൺട്രാസെപ്റ്റീവ്സിനെ കുറിച്ച് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുമ്പോൾ അതിന് കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ടാവും, പ്രത്യേകതകൾ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു മെറ്റീരിയലിനെ ഒരു കോൺട്രാസെപ്റ്റീവ് എന്ന് എനിക്ക് വിളിക്കണമെങ്കിൽ അതിന് കുറേയധികം ഫീച്ചർ ഉണ്ടാവണ്ടേ. അപ്പോൾ ആ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻ ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് ഷുഡ് ബി യൂസർ ഫ്രണ്ട്ലി, ഈസിലി അവൈലബിൾ, ചീപ്പർ, ഇഫക്റ്റീവ് ആൻഡ് റിവേഴ്സിബിൾ. മറക്കാതെ പഠിച്ചു വെച്ചേക്കേണ്ട ഒരു പോയിന്റാണ് ഇത്. ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. അപ്പം എന്താ പറഞ്ഞേ, ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന ആൾക്ക് അത്രത്തോളം ഉപയോഗിക്കാൻ പറ്റണം അല്ല. യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, കഷ്ടപ്പാട് ഉണ്ടാവരുത്. യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, എളുപ്പത്തിൽ കിട്ടുന്നതായിരിക്കണം അല്ലെ, ഈസിലി അവൈലബിൾ ആയിരിക്കണം, ചീപ്പർ റേറ്റ് ആയിരിക്കണം അല്ലേ. അടുത്ത നോക്കുക, ഇഫക്റ്റീവ്. അത് ഉപയോഗിച്ചതുകൊണ്ട് പ്രയോജനം ഉണ്ടാവണ്ടേ, അത് ഇഫക്റ്റീവ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ അത് റിവേഴ്സിബിൾ ആവണം. അതായത് ഉപയോഗിക്കുന്ന സമയത്ത് പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യണം. അത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ അത് പ്രഗ്നൻസിക്ക് ഒരു ചാൻസ് കൊടുക്കുകയും വേണം. മനസ്സിലാവുന്നോ? അതാണ് റിവേഴ്സിബിൾ എന്ന് പറയാം. അപ്പോൾ ഈ പറയുന്ന പ്രോപ്പർട്ടീസ് എല്ലാം ആർക്ക് ഉണ്ടാവണം? ഒരു കോൺട്രാസെപ്റ്റീവിന് ഉണ്ടാവണം. നോ ഓർ ലീസ്റ്റ് സൈഡ് എഫക്റ്റ്. അതായത് സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല, ഉണ്ടായാൽ തന്നെ വളരെ 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 കുറവായിരിക്കണം. ഓക്കെ, അടുത്തത് ആക്ച്വലി സൈഡ് എഫക്റ്റ് കാണാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ അർത്ഥം. ഇറ്റ് ഡസ് നോട്ട് ഓർ ഷുഡ് നോട്ട് ഇന്റർഫിയർ വിത്ത് സെക്ഷൽ ഡ്രൈവ്, സെക്ഷൽ ഡിസയർ ഓർ സെക്ഷൽ ആക്ട്. അതായത് ഒരു കോൺട്രാസെപ്റ്റീവ് ഉപയോഗിച്ചു എന്നും പറഞ്ഞിട്ട് ആ ഒരു കോൺട്രാസെപ്റ്റീവ് കാരണം ആ ഒരു സെക്ഷൽ ഡ്രൈവ് അല്ലെ സെക്ഷൽ ആക്ടിനെയൊന്നും ഒരിക്കലും അത് എന്ത് ചെയ്യരുത്, തടസ്സപ്പെടുത്തുന്നതും ആയിരിക്കരുത്. അപ്പോൾ ഈ പറയുന്നവയൊക്കെയാണ് ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് ആകാനുള്ള മാർഗങ്ങൾ. അപ്പോൾ ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്നവയാണ്. ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചു വെച്ചേക്കണം. ദെൻ അടുത്തത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് തന്നെ പലതരത്തിലുണ്ട്. ഓക്കെ, പലതരത്തിൽ നമുക്ക് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ പഠിക്കാനായിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് നാച്ചുറൽ മെത്തേഡ്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് ബാരിയർ മെത്തേഡ്. പിന്നെ നമുക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്ന അടുത്തൊരു സെക്ഷനാണ് IUDs, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. പിന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്. അടുത്ത സെക്ഷൻ ഇൻജെക്റ്റബിൾസ് ആൻഡ് ഇംപ്ലാന്റ്സ്. 6ാമത്തെ സെക്ഷൻ സർജിക്കൽ മെത്തേഡ്സ്. അങ്ങനെ ഏകദേശം ഒരു 6 എണ്ണം നമുക്ക് പഠിക്കാനായിട്ട് നമ്മുടെ NCERT ടെക്സ്റ്റിൽ നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവ ഓരോന്നും നമ്മൾ ഇവിടെ ഇപ്പോൾ റിവൈസ് ചെയ്യും, അതിൻ്റെ എക്സാമ്പിൾസും റിവൈസ് ചെയ്യും. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളിത് ഓരോന്നും പറയാൻ പോവാം മക്കളെ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ 6 എണ്ണം പഠിക്കേണ്ടെന്നല്ലേ പറഞ്ഞേ. അതിലെ 1ാമത്തെ മെത്തേഡ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നതാണ് നാച്ചുറൽ മെത്തേഡ് എന്ന് പറയാം. നാച്ചുറൽ മെത്തേഡ് എന്താണെന്ന് നോക്കാം. അവോയ്ഡിങ് ചാൻസസ് ഓഫ് ഓവം ആൻഡ് സ്പേംസ് മീറ്റിംഗ്. അതായത് ഓവവും സ്പേമും തമ്മിൽ മീറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ, ചാൻസുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, മാക്സിമം അവോയ്ഡ് ചെയ്യാണ്.
ഓവവും സ്പേമും നിങ്ങൾ മീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ എന്ത് ചെയ്യും, ഫെർട്ടിലൈസേഷൻ നടന്നൊരു സൈഗോട്ട് ഫോം ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ ഓവും ഉണ്ടാവുന്നുണ്ട്, സ്പേമും ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ഇവ തങ്ങൾ മീറ്റ് ചെയ്യാനുള്ള ചാൻസസ് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യാണ്. ഇവരെ മീറ്റ് ചെയ്യാൻ അനുവദിക്കുന്നതേ ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രഗ്നന്റ് ആവുമോ അവിടെ? ഇല്ല, പ്രഗ്നൻസി നടക്കുകയല്ലോ. അപ്പോൾ അതാണ് നമ്മൾ നാച്ചുറൽ മെത്തേഡിൽ പറയണത്. അപ്പോൾ നാച്ചുറൽ മെത്തേഡിൽ തന്നെ നമുക്ക് പഠിക്കാനായിട്ട് നൽകിയിരിക്കുന്നത് 3 എണ്ണമാണ്. ഒന്നാമത്തേത് പീരിയോഡിക് അബ്സ്റ്റിനൻസ്, രണ്ടാമത്തേത് കോയിറ്റസ് ഇന്ററപ്റ്റസ്, മൂന്നാമത്തേത് ലാക്ടേഷണൽ അമ്നോറിയ. അപ്പോൾ അതിൽ ഒന്നാമതാണ് പീരിയോഡിക് അബ്സ്റ്റിനൻസ്. മക്കളെ, പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറയുമ്പോൾ അവോയ്ഡിങ് കോയിറ്റസ് ഫ്രം ഡേ 10 to 17 ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിൾ. അതായത് മെൻസ്ട്രൽ സൈക്കിളിന്റെ 10 തൊട്ട് 17 ദിവസം എന്ന് പറയുന്നതാണ് ഫെർട്ടൈൽ പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. ഈ ഒരു സമയത്ത് ഓവുലേഷനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഓവം ഫോം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഫീമെയിലിന്റെ ബോഡിയിൽ ഈ ഒരു സമയത്ത് സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കുകയും സ്പേം അവരുടെ ബോഡിയിൽ ഉണ്ടെങ്കിലും ഓവം ഫോം ചെയ്തിട്ടുണ്ടെങ്കിലും സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്യുമല്ലോ ഈ ഒരു ഓവം, എന്നിട്ട് എന്ത് ചെയ്യാം, പ്രഗ്നൻസിയിലേക്ക് അത് ലീഡ് ചെയ്യും. അപ്പോൾ അവിടെ എന്താണ്, ഒരു ചാൻസ് ഉണ്ട് അല്ലേ, പ്രഗ്നന്റ് ആകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഈ ഒരു 10 തൊട്ട് 17 ദിവസം എന്ന് പറയുന്നത്, മെൻസ്ട്രൽ സൈക്കിളിന്റെ 10 തൊട്ട് 17 ദിവസം. അതുകൊണ്ട് ഈ ഒരു ദിവസങ്ങളെ നമ്മൾ ഫെർട്ടൈൽ പീരീഡ് എന്നാണ് അറിയപ്പെടുന്നത്, 10 തൊട്ട് 17 ദിവസം. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ്, സെക്ഷൽ ഇന്റർകോഴ്സ് അവോയ്ഡ് ചെയ്യാണ്, കോയിറ്റസ് അവോയ്ഡ് ചെയ്യാണ്. അപ്പോൾ ഇതിനെ എന്താന്ന് പറയാ, പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന് പറയാം. ഓക്കെ, അടുത്തത് എന്താന്ന് നോക്കുക, കോയിറ്റസ് ഇന്ററപ്റ്റസ് അല്ലെങ്കിൽ വിഡ്രോവൽ മെത്തേഡ് എന്ന് പറയും. അതെന്താണെന്ന് ചോദിച്ചാൽ, ദ മെയിൽ പാർട്ട്ണർ വിഡ്രോസ് പെനിസ് ഫ്രം ദ വജൈന ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ. അതായത് മെയിൽ പാർട്ട്ണർ ഇജാക്കുലേഷന് തൊട്ട് മുമ്പ് തന്നെ പെനിസ് ഫീമെയിലിന്റെ വജൈനയിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ എന്ത് സംഭവിക്കുന്നില്ല, ഇൻസെമിനേഷൻ നടക്കുന്നില്ല, ഫീമെയിലിന്റെ ബോഡിക്കകത്തേക്ക് മെയിലിന് ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതിനു മുമ്പ് തന്നെ പെനിസ് വിഡ്രോ ചെയ്തു. ഓക്കെ, അപ്പോൾ വിഡ്രോവൽ മെത്തേഡ് എന്ന് പറയുന്നത് അതാണ്. ഈ വിഡ്രോവൽ മെത്തേഡിനെ തന്നെയാണ് കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറയുന്നത്. കോയിറ്റസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, സെക്ഷൽ ഇന്റർകോഴ്സ് ഇന്ററപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ തടസ്സപ്പെടുക. ഓക്കെ, അടുത്തതാണ് ലാക്ടേഷണൽ അമ്നോറിയ. ലാക്ടേഷണൽ അമ്നോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ. ആ ഒരു സമയത്ത് ആക്ച്വലി എന്താണ്, ഈ മുലയൂട്ടുന്ന സമയമാണ്. ആ ഒരു സമയത്ത് എന്താണ്, അമ്മയുടെ ബോഡിയിൽ പൊതുവേ എന്താണ്, മെൻസ്ട്രൽ സൈക്കിൾ കാണുകയില്ല. ഓക്കെ, ദിസ് ഈസ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഓവുലേഷൻ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഇൻറ്റൻസ് ലാക്ടേഷൻ. അങ്ങനെ തന്നെ പറയണം. അതായത് ലാക്ടേഷൻ തീവ്രമായി നടക്കുന്ന സമയമാണ് ഡെലിവറി കഴിഞ്ഞ ആ ഒരു സമയം. ആ ഒരു സമയത്ത് തീവ്രമായി ലാക്ടേഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് അമ്മയുടെ ബോഡിയിൽ പൊതുവെ എന്താണ്, ഓവുലേഷൻ നടക്കാറില്ല. ആ ഒരു സമയത്ത് ഓവുലേഷൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മെൻസ്ട്രൽ സൈക്കിൾ ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ്, ഈ പറയുന്ന സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നു കഴിഞ്ഞാലും എന്തിലേക്ക് ലീഡ് ചെയ്യില്ല, പ്രഗ്നൻസിയിലേക്ക് ലീഡ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ലാക്ടേഷൻ അമ്നോറിയ എന്ന് പറയുന്നത്. അപ്പോൾ ലാക്ടേഷൻ അമ്നോറിയ എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി ഇൻറ്റൻസ് ലാക്ടേഷൻ നടക്കുന്ന സമയത്ത് അമ്മയുടെ ബോഡിയിൽ ഓവുലേഷൻ നടക്കുന്നില്ല. അപ്പോൾ ആ ഒരു പീരീഡ് ആണ് കേട്ടോ, ആ ഒരു സംഭവമാണ് നമ്മൾ ഈ ലാക്ടേഷൻ അമ്നോറിയ എന്ന് പറയുക. പക്ഷേ ഈ ഒരു കേസിൽ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യും, വെച്ചാൽ ഫീമെയിലിൻ്റെ ബോഡി ഡിപ്പെൻഡ് ചെയ്യും നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ 6 months ഓൾ, നിങ്ങളുടെ എൻസിആർടി ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, ഏകദേശം ഒരു 6 months ഓൾ, ഡെലിവറി കഴിഞ്ഞ് ഒരു 6 months ഓളും എന്താണ് ഈ പറയുന്ന ലാക്ടേഷൻ അമ്നോറിയ പീരീഡ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് അമ്മയുടെ ബോഡിയിൽ ഓവുലേഷൻ നടക്കുന്നില്ല, ഇൻറ്റൻസ് ലാക്ടേഷൻ പീരീഡ് ആണ്, പക്ഷെ ആ സമയത്ത് പ്രഗ്നൻസി ഉണ്ടാവുന്നില്ല എന്നല്ലേ. പക്ഷെ മക്കളെ അത് ഓരോ എന്താണ് ഫീമെയിലിനെ ഡിപ്പെൻഡ് ചെയ്യും. ചില ഫീമെയിൽസിലാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഓവുലേഷൻ നടന്നെന്നിരിക്കും, അപ്പോൾ പ്രഗ്നന്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ഈ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, ഈ സമയത്ത് എന്താണ് ആ ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കുകയും അതിന്റെ ഫലമായിട്ട് ചിലപ്പോൾ അവിടെ പ്രഗ്നന്റ് ആവാനുള്ള ചാൻസ് കൂടുതലുമാണ്. ഓക്കെ, അപ്പോൾ ചാൻസസ് ഓഫ് ഫെയിലിയർ ഉണ്ട് അല്ലേ. അത് നമ്മൾ പ്രഗ്നന്റ് ആവില്ല എന്ന് വിചാരിച്ചാലും ഇവിടെ പ്രഗ്നൻസിക്കുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഈ പറഞ്ഞ നാച്ചുറൽ മെത്തേഡുകളിലെല്ലാം. അതാണ് ഇവരുടെ ഒരു ഫോൾട്ടായിട്ട് പറയാനായിട്ടുള്ളത്. ഓക്കെ, അതാണ് ഇവിടുത്തെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, ചാൻസ് ഓഫ് ഫെയിലിയർ ഈസ് ഹൈ അല്ലേ. അതായത് നാച്ചുറൽ മെത്തേഡിൽ ഏറ്റവും വലിയൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന, പോരായ്മ എന്ന് പറയുന്നത് എന്താ, ഫെയിലിയർ ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് എന്നുള്ളതാണ്. അടുത്ത അഡ്വാൻറ്റേജ് നോക്കി, ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ, ഈ നാച്ചുറൽ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ, ഇല്ല. അതായത് എന്തെങ്കിലും നമ്മൾ പുറത്തുനിന്നോ എന്തെങ്കിലും ഒരു കാര്യം മരുന്നായിട്ടോ ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല, പക്ഷേ ഫെയിലിയർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്, ഒന്നാമത്തെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്, ദാറ്റ് ഈസ് ദ നാച്ചുറൽ മെത്തേഡ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പറയാൻ പോണ രണ്ടാമത്തെ മെത്തേഡാണ് മക്കളെ ബാരിയർ മെത്തേഡ്. ബാരിയർ എന്ന് പറയുമ്പോൾ എന്താണ്, പേരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, തടസ്സം എന്നല്ലേ. അപ്പോൾ ബാരിയർ മെത്തേഡ് എന്താന്ന് നോക്കി, പ്രിവെന്റ് മീറ്റിംഗ് ഓഫ് ഓവം ആൻഡ് സ്പേംസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാരിയേഴ്സ്. ബാരിയേഴ്സിന്റെ സഹായത്തോടു കൂടി ഓവത്തിന്റെയും അതോടൊപ്പം തന്നെ സ്പേമിന്റെയും മീറ്റിംഗ് നമ്മൾ എന്ത് ചെയ്യാണ്, തടസ്സപ്പെടുത്തുകയാണ്.
ബാരിയേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളിത് തടസ്സപ്പെടുത്തുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് കോണ്ടംസ് എന്ന് പറയാം. ഓക്കെ, കോണ്ടംസ്. അപ്പൊ പോപ്പുലർ മെയിൽ കോണ്ടത്തിന് എക്സാമ്പിൾ ആണ് നിരോധ്. അപ്പൊ പോപ്പുലർ ആയിട്ടുള്ള ഒരു മെയിൽ കോണ്ടത്തിന് എക്സാമ്പിൾ എന്താണ്? വേണമെങ്കിൽ അതൊരു 1 വേർഡായിട്ട് ചോദിക്കാമല്ലോ എക്സാമിന്. മെയിൽ കോണ്ടത്തിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? നിരോധ് എന്ന് പറയുന്നത്. നിരോധ്. ഓക്കെ ആണേ? അപ്പൊ കോണ്ടംസ് എന്ന് പറഞ്ഞ ഒരു ബാരിയർ മെത്തേഡിന് ഉദാഹരണമാണെന്ന് പറഞ്ഞു. Barriers are made of thin rubber or latex sheath that are used to cover the penis in the male or vagina and the cervix in the female. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. കോണ്ടംസ് എന്ന് പറയുന്നത് ഫീമെയിൽ കോണ്ടോം അവൈലബിൾ ആണ്, മെയിൽ കോണ്ടോം അവൈലബിൾ ആണ്. മെയിൽ കോണ്ടം എന്ന് പറയുമ്പോഴും എന്താണ്? മെയിലിന്റെ പെനിസിനെ കവർ ചെയ്യുന്നതായിരിക്കും. അതേസമയം ഫീമെയിൽ കോണ്ടം എന്ന് പറയുമ്പോൾ വജൈനയും സെർവിക്സിനെയും കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബാരിയർ മെത്തേഡായിട്ടാണ് ആര് ആക്ട് ചെയ്യണത്? കോണ്ടംസ് ആക്ട് ചെയ്യണത്. ഇനി കോണ്ടംസ് വളരെയധികം പോപ്പുലർ ആണ്. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊട്ടക്ട് ദ യൂസർ ഫ്രം കോൺട്രാക്ടിങ് STDs, അതായത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെയാണ് മക്കളെ നമ്മൾ എന്തെന്ന് പറയുക? STDs എന്ന് പറയുക. അപ്പോൾ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിൽ നിന്നും എന്താണ്? പ്രൊട്ടക്ട് ചെയ്യാൻ, ഉപയോഗിക്കുന്ന ആളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് കോണ്ടംസ് എന്ന് പറയുക. ഓക്കെ, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിൽ നിന്നും എന്താണ്? പ്രൊട്ടക്ട് ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്? കോണ്ടംസ് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ എന്താണ്? നമുക്ക് സൗകര്യമായിട്ട് അതിനെ എന്താണ്? നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കും, ഡിസ്പോസ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ സ്വന്തമായിട്ട് അത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അതായത് നമുക്കൊരു പ്രൈവസി തരുന്നുണ്ട്, ഉപയോഗിക്കുന്ന ആൾക്കൊരു പ്രൈവസി തരുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് കോണ്ടംസ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ബാരിയർ മെത്തേഡായിട്ട് അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡായിട്ട് മാറിയത്. ഓക്കെ, ഇനി ഈ പറയുന്ന ബാരിയർ മെത്തേഡിൽ തന്നെ വരുന്ന മറ്റ് എക്സാമ്പിളുകളാണ് ഡയഫ്രംസ്, സർവൈക്കൽ ക്യാപ്സ്, വോൾസ് തുടങ്ങിയവ. കോണ്ടംസിനോടൊപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കോണ്ടംസിനെ പോലെ തന്നെയുള്ള ബാരിയർ മെത്തേഡ്സിന് ഉദാഹരണങ്ങളാണ് ഡയഫ്രംസ്, സർവൈക്കൽ ക്യാപ്സ്, വോൾട്ട്. പക്ഷെ അവയിൽ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. അതെന്താ വ്യത്യാസം എന്ന് പറയാം. ബാരിയേഴ്സ് മെയ്ഡ് ഓഫ് റബ്ബേഴ്സ് that are inserted into the female reproductive tract to cover the cervix during the coitus. അതായത് ഡയഫ്രംസ് ആയിക്കോട്ടെ, സെർവൈക്കൽ ക്യാപ്സ് ആയിക്കോട്ടെ, വോൾട്സ് ആയിക്കോട്ടെ, ഇവയെല്ലാം യൂസ് ചെയ്യുന്നത് ഫീമെയിൽസ് ആണ്. അതേസമയം നമ്മൾ നേരത്തെ പഠിച്ച കോണ്ടംസ് എന്ന് പറയുന്ന ഫീമെയിൽ കോണ്ടോം അവൈലബിൾ ആയിരുന്നു, മെയിൽ കോണ്ടോം അവൈലബിൾ ആയിരുന്നു. അത് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, ഈ പറയുന്ന ഡയഫ്രം, സെർവൈക്കൽ ക്യാപ്പ്, വോൾട്ട് എന്നിവ ഫീമെയിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ വ്യത്യാസം. Spermicidal creams, jellies and foams along with barriers increase the contraceptive efficiency. അതായത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ബാരിയറോടൊപ്പം തന്നെ ചേർത്ത് ഉപയോഗിക്കാൻ പറ്റുന്നവയാണ് സ്പെർമിസൈഡൽ ക്രീമുകളുണ്ട്, സ്പെർമിസൈഡൽ ജെല്ലീസ് ഉണ്ട്, ഫോമുകളുണ്ട്. അപ്പോൾ ഇവയൊക്കെ എന്താ? സ്പേംസിനെ നശിപ്പിക്കുന്നതല്ലേ? അപ്പോൾ ബാരിയേഴ്സിനോടൊപ്പം ചേർത്ത് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നവയാണ് ഇവയെല്ലാം. സ്പെർമിസൈഡൽ ജെല്ലീസ്, ഫോംസ്, ക്രീംസ് തുടങ്ങിയവയൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ബാരിയേഴ്സിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് IUDs. IUDസിന്റെ ഫുൾ ഫോം പഠിക്കുക. ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ്. പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും യൂട്രസിനകത്ത് വെക്കുന്ന ഡിവൈസ് എന്നല്ലേ അർത്ഥം. ഇൻട്രാ, ഉള്ളിൽ എന്നുള്ള അർത്ഥമാണ്, യൂട്രസിനുള്ളിൽ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാം. ഡിവൈസസ് ദാറ്റ് ഇൻക്രീസ് ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേംസ് വിത്തിൻ ദ യൂട്ടറസ്. അതായത് ഈ പറയുന്ന IUDs യൂട്രസിനുള്ളിൽ വെച്ചു കൊടുക്കുമ്പോൾ ആ IUDs എന്തിനാണ് സഹായിക്കുന്നത്? അകത്തേക്ക് കയറുന്ന സ്പേമുകളെ എന്ത് ചെയ്ത് കളയാണ് അവർ? ഫാഗോസൈറ്റോസിസ് ചെയ്ത് കളയാണ്. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വിഴുങ്ങി നശിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന IUDസുമായി ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാനായിട്ടുള്ള IUDs ആണ്. ഒന്നാമത്തത് നോൺ മെഡിക്കേറ്റഡ് IUDs, രണ്ടാമത്തത് കോപ്പർ റിലീസിങ് IUDs, മൂന്നാമത്തത് ഹോർമോൺ റിലീസിങ് IUDs. അപ്പോൾ IUDs എത്ര തരത്തിലുണ്ട്? 3 തരത്തിലാണ്. ഒന്നാമത്തത് എന്താണ്? നോൺ മെഡിക്കേറ്റഡ് IUDs, 2 കോപ്പർ റിലീസിങ് IUDs, 3 ഹോർമോൺ റിലീസിങ് IUDs. ഇനി ഇവ ഓരോന്നിൻ്റെയും എക്സാമ്പിൾ നോക്കാം. മക്കളെ, നോൺ മെഡിക്കേറ്റഡ് IUDസിന് എക്സാമ്പിൾ നമുക്ക് പഠിക്കാനായിട്ട് നൽകിയിരിക്കുന്നതാണ് ലിപ്പസ് ലൂപ്പ്. എന്താണ്? ലിപ്പസ് ലൂപ്പ്. രണ്ടാമത്തത് കോപ്പർ റിലീസിങ് IUDs ആണ്. കോപ്പർ റിലീസിങ് IUDസിന് എക്സാമ്പിൾ ആണ് കോപ്പർ ടി, കോപ്പർ 7, കോപ്പർ ടി, കോപ്പർ 7. പിന്നുള്ളത് ഏതാണെന്നറിയോ? മൾട്ടി ലോഡ് 375 എന്നിവയാണ്. മൾട്ടി ലോഡ് 375. ഇപ്പോൾ കോപ്പർ ടി ഉണ്ട്, കോപ്പർ 7 ഉണ്ട്, മൾട്ടി ലോഡ് 375 എന്നിവ എന്തിന് എക്സാമ്പിൾ ആണ്? കോപ്പർ റിലീസിങ് IUDs എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ IUDക്ക് ഒരു പ്രത്യേകത ഉണ്ടടാ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ IUDs യൂട്രസിനകത്ത് ഇരുന്നുകൊണ്ട് എന്തിനെ റിലീസ് ചെയ്യുന്നറിയോ? കോപ്പർ അയോണുകളെ റിലീസ് ചെയ്യും. എന്തിനെ റിലീസ് ചെയ്യുന്നത്? കോപ്പർ അയോൺസിനെ റിലീസ് ചെയ്യും.
അപ്പോൾ ഈ റിലീസ് ചെയ്ത കോപ്പർ അയോൺസ് എന്തിനെ സപ്രസ് ചെയ്യും? മോട്ടിലിറ്റി, അതായത് സ്പേമിന്റെ മോട്ടിലിറ്റിയെ സപ്രസ് ചെയ്യും. അതോടൊപ്പം തന്നെ സ്പേമിന്റെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റിയെയും സപ്രസ് ചെയ്യും. അതായത് നമുക്കറിയാം സ്പേമിന് ഓവത്തെ ഫെർട്ടിലൈസ് ചെയ്യാനുള്ള കഴിവില്ലേ, ആ ഒരു ഫെർട്ടിലൈസിങ് കപ്പാസിറ്റിയും സപ്രസ് ചെയ്യും. അതോടൊപ്പം തന്നെ സ്പേമിന്റെ മോട്ടിലിറ്റിയെയും സപ്രസ് ചെയ്യും. ക്ലിയർ ആണോ? ആരാ അത് ചെയ്യണത്? കോപ്പർ റിലീസിങ് അയോഡീസിൽ നിന്ന് റിലീസ് ചെയ്ത് വരുന്ന കോപ്പർ അയോൺസ് ആണ്. ഓക്കെ, അടുത്തതാണ് ഹോർമോൺ റിലീസിങ് അയോഡീസ് എന്ന് പറയാം. മക്കളെ, ഹോർമോൺ റിലീസിങ് അയോഡീസ് പേര് സൂചിപ്പിക്കുന്നത് പോലെ എന്തിനെയായിരിക്കും ആ അയോഡി റിലീസ് ചെയ്യുന്നത്? ഹോർമോണുകളെ ആയിരിക്കും. അപ്പോൾ ഹോർമോൺ റിലീസിങ് അയോഡിക്ക് എക്സാമ്പിളുകളാണ് പ്രൊജസ്റ്റാസെർട്ട്, LNG-20 തുടങ്ങിയവ. അപ്പോൾ ഹോർമോൺ റിലീസിങ് അയോഡി എന്നതാ ചെയ്യുന്നേ? അത് നോക്കി. മേക്ക് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ ഓർ ദ സെർവിക്സ് ഹോസ്റ്റൈൽ ടു ദ സ്പേം. അതായത് നിങ്ങൾ ചിന്തിക്കുക, സ്പേംസ് ഉറപ്പായിട്ടും സെർവിക്സ് കടന്ന് വേണം അകത്തോട്ട് കയറി വരാൻ. അപ്പോൾ അവിടുത്തെ മ്യൂക്കസിന് കട്ടിയൊക്കെ കൂട്ടിയിട്ട് സ്പേംസിനെ അകത്തോട്ട് കടന്നു വരാത്ത രീതിയിലാക്കും സെർവിക്സിനെ. ഓക്കെ, അപ്പോൾ സെർവിക്സിലൂടെ വേണ്ടേ സ്പേംസ് കടന്നു വരാൻ. അപ്പോൾ അതിനെ അങ്ങ് സെർവിക്സിനെ തന്നെ മൊത്തത്തിൽ അങ്ങ് മാറ്റും, മ്യൂക്കസിലൊക്കെ മാറ്റമൊക്കെ വരുത്തി വെച്ച്. അതൊരു കേസ്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ അടുത്തൊരു പരിപാടി ഈ പറയുന്ന ഹോർമോൺ റിലീസിങ് അയോഡി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് യൂട്രസിനെ ഇംപ്ലാന്റേഷന് പാകമല്ലാത്തതാക്കി തീർക്കും. നമുക്കറിയാം ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഭാഗം എവിടെ? യൂട്രസ് അല്ലേ. അപ്പൊ യൂട്രസിൽ കുറേയധികം മാറ്റങ്ങളൊക്കെ വരുത്തി കൃത്യമായ രീതിയിൽ ഇംപ്ലാന്റേഷൻ നടത്താൻ അനുവദിക്കത്തില്ല യൂട്രസിൽ. ഓക്കെ, അപ്പൊ ഇതെല്ലാം ചെയ്യണത് ആരാ? ഹോർമോൺ റിലീസിങ് അയോഡീസ് ആണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഇൻട്രായൂട്രൈൻ ഡിവൈസസ് എന്ന് പറയുമ്പോൾ അവിടെ സ്പേം അവിടെ പറയുന്നുണ്ട്, ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേം അതാണ് കൂടുതലായിട്ട് ഇവർ ചെയ്യണത് അല്ലേ. അതായത് യൂട്രസിനുള്ളിൽ ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേം ആയിരിക്കും ഈ ഡിവൈസസ് പൊതുവേ ചെയ്യണത്. അത് തന്നെ 3 ടൈപ്പ് ഉണ്ട്: നോൺ മെഡിക്കേറ്റഡ്, പിന്നെ ഏതായിരുന്നു, കോപ്പർ റിലീസിങ്, അതോടൊപ്പം തന്നെ ഹോർമോൺ റിലീസിങ്. അതിൽ നോൺ മെഡിക്കേറ്റിന് എക്സാമ്പിൾ ആരാണ്? ലിപ്പസ് ലൂപ്പ്. കോപ്പർ റിലീസിന് എക്സാമ്പിൾ കോപ്പർ 7ഉം കോപ്പർ ടിയും മൾട്ടിലോഡ് 375ഉം പ്രൊജസ്റ്റാസെർട്ട്, LNG-20 എന്നിവയാണ് ഹോർമോൺ റിലീസിങ്ങിന് എക്സാമ്പിൾ. ഓക്കെ, ഇനി ഈ പറയുന്ന അയോഡി സെൽഫ് ഇൻസേർട്ടഡ് അല്ല. അതായത് യൂസർക്ക് സ്വന്തമായിട്ട് അത് യൂട്രസിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അടുത്തൊരു പ്രത്യേകത. ഇൻസേർട്ടഡ് ബൈ എക്സ്പേർട്സ് ഇൻ ദ യൂട്രസ് ത്രൂ വജൈന. അതായത് ഈ പറയുന്ന അയോഡീസ് സെൽഫ് ഇൻസേർട്ടഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു എക്സ്പേർട്ടിന്റെ സഹായത്തോടു കൂടി മാത്രമേ അയോഡീസിനെ യൂട്രസിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കൂ. അതൊരു പ്രത്യേകതയാണ്. അടുത്തത് ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്സ് ഫോർ ദ ഫീമെയിൽസ് ഹൂ വോണ്ട് ടു ഡിലേ പ്രഗ്നൻസി ഓർ സ്പേസ് ചിൽഡ്രൻ. അതായത് പ്രഗ്നൻസി ഇപ്പോൾ ഡിലേ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ഈ പറയുന്ന മാർഗം അയോഡീസ് എന്ന് പറയുന്നത് ഒരു നല്ല മാർഗമാണ്. ഓക്കെ, ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് ആയിട്ട് നമുക്ക് എന്തിനെ പറയാം? അയോഡീസിനെ പറയാൻ പറ്റും. അതൊന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി നമ്മൾ പഠിക്കുന്നത് നാലാമത്തെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്. എന്തെന്ന് പറയുക? ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, വായ വഴി നമ്മൾ യൂസ് ചെയ്യുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡിനെയാണ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയാം. ദാറ്റ് ഈസ് ദ ഓറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്രൊജസ്ട്രജൻ ഈസ്ട്രജൻ കോമ്പിനേഷൻ ഇൻ ദ ഫോം ഓഫ് ടാബ്ലറ്റ്സ് ഓർ പിൽസ്. ടാബ്ലറ്റുകൾ അല്ലെങ്കിൽ പില്ലുകൾ എന്ന ഫോമിൽ ഹോർമോണുകൾ എന്ത് ചെയ്യുകയാണ്? ശരീരത്തിനകത്തേക്ക് എടുക്കുകയാണ്. ടാബ്ലറ്റ് ഫോമിൽ ഹോർമോണുകളെ ശരീരത്തിനകത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ, അതാണ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയാം. പിൽസ് ആർ ടേക്കൺ ഡെയിലി ഫോർ 21 days starting preferably within the first 5 days of the menstrual cycle. അതായത് ഈ പറയുന്ന കോൺട്രാസെപ്റ്റീവ് പിൽസ് ഏകദേശം ഡെയിലി ഒരു 21 ദിവസം എന്ത് ചെയ്തിരിക്കണം? എടുത്തിരിക്കണം. അത് പൊതുവേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് the first 5 days of the menstrual cycle. മെൻസ്ട്രൽ സൈക്കിളിനെ ആദ്യത്തെ 5 ദിവസത്തിനകത്ത് എടുക്കുകയും വേണം അല്ലേ. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം? ഒരു 21 ദിവസം എടുക്കുകയും വേണം. എന്നിട്ട് ഒരു 7 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഇത് പിന്നെയും നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ക്ലിയർ ആണോ? പിന്നെ 21 ദിവസം കണ്ടിന്യൂസ് എടുക്കുന്നു. മനസ്സിലാവുന്നോ? അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു പിൽസ് എടുക്കുന്നത്. അത് പഠിച്ചു വെച്ചേക്കണം. വേണമെങ്കിൽ ആ ഒരു ഏരിയ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അടുത്ത പോയിന്റ് പറയുന്നത് നോക്കിയേടാ. ദേ പ്രിവെന്റ് കൺസെപ്ഷൻ. അതായത് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ പ്രിവെന്റ് ചെയ്യുന്നേ? ദേ ഇൻഹിബിറ്റ് ഓവുലേഷൻ. അവർ ഓവുലേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ദേ മേക്കിംഗ് യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. യൂട്രസ് ഇംപ്ലാന്റേഷന് പറ്റുന്ന രീതിയിൽ ആക്കി മാറ്റുന്നില്ല. അതായത് യൂട്രസിന് പ്രശ്നം ഉണ്ടാകും. അതായത് യൂട്രസിലല്ലേ ഇംപ്ലാന്റേഷൻ നടക്കുക. അപ്പൊ യൂട്രസിനെ അൺസ്യൂട്ടബിൾ ആക്കി മാറ്റുന്നു ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ട്. അതായത് ഈ പറയുന്ന യൂട്രസ് കൃത്യമല്ലാതാക്കി മാറ്റി തീർക്കുന്നു, അൺസ്യൂട്ടബിൾ ആക്കി മാറ്റി തീർക്കുകയാണ് എന്തിനെ? യൂട്രസിനെ. അപ്പൊ അവിടെ എന്ത് നടക്കില്ല? ഇംപ്ലാന്റേഷൻ നടക്കത്തില്ല. അടുത്തത് പ്രിവെന്റ് ദ എൻട്രി ഓഫ് സ്പേംസ് ബൈ ഓൾട്ടറിംഗ് ദ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, മ്യൂക്കസിന്റെ കട്ടി കൂട്ടി, സെർവൈക്കൽ മ്യൂക്കസിന്റെ ഒക്കെ കട്ടി കൂട്ടി വെച്ച് എന്ത് ചെയ്യാണ്? കൃത്യമാർന്ന രീതിയിൽ സ്പേംസിനെ അകത്തേക്ക് കടത്തി വിടാതെ മാറ്റുന്നു.
കടത്തി വിടാൻ പറ്റില്ല, സ്പേം അകത്തോട്ട് കയറണ്ടേ. അപ്പോൾ സ്പേം അകത്തേക്ക് കയറുന്നില്ല, ഫീമെയിലിന്റെ ബോഡിക്ക് അകത്തേക്ക് കയറുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയും മാറ്റം വരുത്തുന്നു. ഇതെല്ലാം ചെയ്യണത് ആരാ? ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതും ഒരു പ്രത്യേകതയാണ്. ഇനി ഒരു എക്സാമ്പിൾ പറയാണ്. നമ്മൾ നേരത്തെ കോണ്ടോവുമായി ബന്ധപ്പെട്ട്, മെയിൽ കോണ്ടോവുമായി ബന്ധപ്പെട്ട് നിരോധ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, സഹേലി. എന്താണ് പറയണേ? സഹേലി. It is a non-steroidal once a week pill for female with few side effects and high contraceptive value. അതായത് ചെറിയ സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഇവിടെ എന്താ പറയുന്നത്? ഹൈ കോൺട്രാസെപ്റ്റീവ് വാല്യൂ കൂടുതലാണ്. അതായത് പ്രഗ്നൻസിക്കുള്ള ചാൻസ് വളരെയധികം കുറവാണ്, പ്രഗ്നന്റ് ആവാൻ ചാൻസ് വളരെയധികം കുറവാണ്. അതോടൊപ്പം ഇവിടെ ഈ പറയുന്ന സഹേലി എന്ന് പറയുന്ന പില്ലെന്ന് പറഞ്ഞാൽ എന്താ? ഒരു നോൺ സ്റ്റിറോയിഡ് ആയിട്ടുള്ള പില്ലാണ്, വൺസ് എ വീക്ക് പില്ലാണ്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കണം. അതൊരു ഫീമെയിൽ പില്ലാണെന്നും കൂടി ഓർത്ത് വെച്ച്, യൂസ്ഡ് ബൈ ദ ഫീമെയിൽ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തത് 5ാമത്തെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് ഇൻജെക്റ്റബിൾസ് അല്ലെങ്കിൽ ഇംപ്ലാന്റുകൾ എന്ന് പറയാം. അപ്പോൾ അതെന്താന്ന് നോക്കി. പ്രൊജസ്റ്റോജൻസ് ആൻഡ് ഈസ്ട്രോജൻസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻജെക്ഷൻസ് ഓർ ഇംപ്ലാന്റ്സ്. ഓക്കെ, അതായത് ഈ പറഞ്ഞ പ്രൊജസ്റ്റോജൻസും ഈസ്ട്രോജൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ മക്കളെ? അത് ഹോർമോണുകളിൽ, ഈ ഹോർമോണുകളെ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? ഇൻജെക്ഷൻസ് എന്ന ഫോമാറ്റിൽ ബോഡിയിലേക്ക് യൂസ് ചെയ്യാം ഫീമെയിലിന്, അല്ലെങ്കിൽ ഇംപ്ലാന്റുകൾ എന്ന രീതിയിൽ സ്കിന്നിന് അണ്ടറിലായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ, അത് ഫീമെയിൽ സ്കിന്നിൽ സർജറി ഒക്കെ വഴിയിട്ട് വേണമെങ്കിൽ എന്ത് വെച്ച് കൊടുക്കാം? ഇംപ്ലാന്റുകൾ വെച്ച് കൊടുക്കാം, ഈ ഹോർമോൺ റിലീസ് ചെയ്യുന്ന ഇംപ്ലാന്റുകൾ. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻജെക്റ്റബിൾ ഫോമിൽ ഇത് യൂസ് ചെയ്യാം. ഇത് ആക്ച്വലി ഈ പറയുന്ന ഇംപ്ലാന്റുകൾ അല്ലെങ്കിൽ ഇൻജെക്റ്റബിൾസിന്റെ ആ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഓറൽ കോൺട്രാസെപ്റ്റീവ് പോലെ തന്നെയാണ് ഇവരും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ഓറൽ കോൺട്രാസെപ്റ്റീവ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞില്ലേ, അത് ഓവുലേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നു, അതോട് ഇംപ്ലാന്റേഷൻ അൺസ്യൂട്ടബിൾ ആക്കി മാറ്റുന്നു, യൂട്രസ് സർവൈക്കൽ മ്യൂക്കസിന്റെ തിക്നെസ് കൂട്ടുന്നതിനനുസരിച്ച് സ്പേം അകത്തേക്ക് എൻ്റർ ആവുന്നില്ല. അപ്പം ഇങ്ങനത്തുള്ള പരിപാടി അല്ലായിരുന്നോ നമ്മുടെ പിൽസ് ചെയ്തത്? അതുപോലെ തന്നെയുള്ള ജോലിയാണ് ആരും ചെയ്യണത്, ഈ പറയുന്ന ഇപ്പോൾ പറഞ്ഞ ഇൻജെക്റ്റബിൾസ് അല്ലെങ്കിൽ ഇംപ്ലാന്റ്സ് ചെയ്യുന്ന. കാരണം എന്താ? ഇവരും റിലീസ് ചെയ്യുന്ന എന്തിനാ? ഡിഫറെന്റ് ഹോർമോൺസ്, ദാറ്റ് ഈസ് പ്രൊജസ്റ്റോജൻസ് ആൻഡ് ഈസ്ട്രോജൻ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻജെക്റ്റബിൾസ് ആൻഡ് ഇംപ്ലാന്റ്സ്. ഇനി 6ാമത്തെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് മക്കളെ സർജിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സർജിക്കലി ബ്ലോക്കിംഗ് ഗാമേറ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് ദെയർ ബൈ പ്രിവെന്റ് കൺസെപ്ഷൻ. അതായത് സർജറി വഴി ഗാമേറ്റിന്റെ ആ ഒരു ട്രാൻസ്പോർട്ട് തടസ്സപ്പെടുത്തുകയാണ്, അതുവഴി പ്രഗ്നൻസി തടസ്സപ്പെടുത്തുന്നു. ഇത് വളരെയധികം ഇഫക്റ്റീവാണ്. ഇവിടെ റിവേഴ്സിബിലിറ്റി, തിരിച്ചു വരിക എന്നുള്ള റിവേഴ്സിബിലിറ്റി വളരെയധികം കുറവാണ്. പക്ഷേ റിവേഴ്സിബിലിറ്റി കുറവാണെന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ കേസിൽ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഏതെന്ന് പറയാം, സർജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ സർജിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് 2 തരത്തിലുണ്ട്, വാസക്ടമിയും ട്യൂബക്ടമിയും. വാസക്ടമി എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് എ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ ഇൻ മെയിൽസ്. മെയിൽസിൽ നടത്തുന്ന, പുരുഷന്മാരിൽ നടത്തുന്ന എന്താണ് വന്ധീകരണം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? വാസക്ടമി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ സ്മോൾ പാർട്ട് ഓഫ് ദ വാസ് ഡിഫറൻസ് ഈസ് റിമൂവ്ഡ് ഓർ ടൈഡ് അപ്പ് ത്രൂ എ സ്മോൾ ഇൻസിഷൻ. അതായത് വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്യാണ്? ചെറിയ തോതിലൊരു അബ്ഡമിനൽ ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക, അബ്ഡമിനല്ല, അവരുടെ ബോഡിയിൽ ചെറിയ രീതിയിൽ ചെറിയൊരു ഇൻസിഷൻ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാണ്? വാസ് ഡിഫറൻസ് കട്ട് ചെയ്ത് കെട്ടിവെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഗമേറ്റിന്റെ ട്രാൻസ്പോർട്ട് അവിടെ തടസ്സപ്പെടുത്തുകയല്ലേ? അപ്പോൾ ഇത് മെയിലിൽ ചെയ്യുന്നതുകൊണ്ട് ഈ സ്റ്റെറിലൈസേഷൻ മെത്തേഡിനെ വാസക്ടമി എന്ന് പറയുന്നു. അടുത്തത് ട്യൂബക്ടമി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ ഇൻ ഫീമെയിൽസിൽ ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ സർജിക്കൽ മെത്തേഡാണ് ട്യൂബക്ടമി എന്ന് പറയുന്നത്. ഇവിടെ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ സ്മാൾ പാർട്ട് ഓഫ് ദ ഫലോപ്പിയൻ ട്യൂബ് ഈസ് റിമൂവ്ഡ് ഓർ ടൈഡ് അപ്പ് ത്രൂ എ സ്മോൾ ഇൻസിഷൻ ഇൻ ദ അബ്ഡമൻ ഓർ ത്രൂ ദ വജൈന. വജൈനയിലൂടെ അല്ലെങ്കിൽ അബ്ഡമിലൂടെ ചെറിയൊരു ഒരു കട്ട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യിപ്പിക്കുകയാണ്? ഫലോപ്പിയൻ ട്യൂബിൽ ചെറിയൊരു കട്ടുണ്ടാകും, ചെറിയൊരു ഭാഗത്ത് കട്ടുണ്ടാക്കുന്നു, എന്നിട്ട് അത് കെട്ടിവെക്കുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നില്ല? ആ ഒരു ഗമേറ്റൻ ട്രാൻസ്പോർട്ട് നടക്കുന്നില്ല അല്ലേ? അപ്പോൾ ഫീമെയിൽ ചെയ്ത ഈ ഒരു പ്രൊസീജിയറിനെ, സർജിക്കൽ മെത്തേഡിനെ, സ്റ്റെറിലൈസേഷൻ മെത്തേഡിനെ നമുക്ക് വിളിക്കുന്ന പേരാണ് ട്യൂബക്ടമി. മെയിലാണ് ഈ ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വാസക്ടമി. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫിഗർ നോക്കാം. മക്കൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, ഇത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലേ? അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വാസ് ഡിഫറൻസിലാണ് കട്ട് ഉണ്ടാക്കിയിട്ട് ടൈ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ ഈ ഫിഗർ എന്താണ്? വാസക്ടമിയാണ്. ഈ തന്നിരിക്കുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഫലോപ്പിയൻ ട്യൂബിൽ കട്ട് ഉണ്ടാക്കിയതല്ലേ? അപ്പോൾ ഉറപ്പിച്ചോളൂ അതെന്താണ്? ട്യൂബക്ടമിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ തന്നൊക്കെ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോണ ഭാഗം ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കാം. വാട്ട് ആർ IUDs? എന്താണ് IUDs? നെയിം 1 കോപ്പർ റിലീസിങ് ആൻഡ് 1 ഹോർമോൺ റിലീസിങ് IUD. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ മക്കളെ? IUDs എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ്. ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? IUDs എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു?
അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 1 കോപ്പർ റിലീസിങ് IUDക്ക് എക്സാമ്പിൾ എഴുതണം. കോപ്പർ റിലീസിങ് IUD അല്ലേ, അതിന് എക്സാമ്പിൾ അല്ലേ നമുക്ക് വേണ്ടതേ. നമുക്കറിയാലോ കോപ്പർ T നമ്മൾ പഠിച്ച കാര്യം, കോപ്പർ 7, മൾട്ടിലോഡ് 375, അതൊക്കെ എക്സാമ്പിൾ ഒരെണ്ണേ ചോദിച്ചുള്ളൂ, ഞാൻ അതുകൊണ്ട് ഒരെണ്ണേ എഴുതിയുള്ളൂ. അടുത്ത 1 ഹോർമോൺ റിലീസിങ് IUD. ഒരു ഹോർമോൺ റിലീസിങ് IUDക്ക് എക്സാമ്പിൾ എഴുതണം. ഹോർമോൺ റിലീസിങ് IUD. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച ഹോർമോൺ റിലീസിങ് IUD ഓർമ്മയുണ്ടോ? നമ്മൾ പഠിച്ച എക്സാമ്പിൾസ് ആയിരുന്നു ഏതെന്ന് പറയാം, പ്രൊജസ്റ്റാസേർട്ട് അല്ലേ, പ്രൊജസ്റ്റാസേർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ച മറ്റൊരു എക്സാമ്പിൾ ആണ് LNG-20 എന്ന് പറയാം അല്ലേ, LNG-20 ഓർ പ്രൊജസ്റ്റാസേർട്ട്. അപ്പോൾ നമുക്ക് LNG-20 നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് എഴുതാം, എളുപ്പമുള്ളതങ്ങ് എഴുതാം, LNG-20. ക്ലിയർ അല്ലേ? ശരി, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആയേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ആൻ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫോർ ഫീമെയിൽസ് ഡെവലപ്ഡ് ബൈ ദ സയന്റിസ്റ്റ് അറ്റ് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഫീമെയിൽസുമായി ബന്ധപ്പെട്ട ഒരു ഒറ്റ ഓറൽ കോൺട്രാസെപ്റ്റീവ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏതാടാ മക്കളെ? സഹേലി. ഏതാണ്? സഹേലി. അപ്പോൾ സഹേലി ഡെവലപ്പ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CDRI ലക്നൌവിലുള്ള CDRI ആണ് സഹേൽ ഡെവലപ്പ് ചെയ്തത്. CDRIയുടെ ഫുൾ ഫോം ഇവിടെ നൽകിയിട്ടുണ്ട്, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ലക്നൌവിലെ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്ത് ഡെവലപ്പ് ചെയ്തത്? സഹേലി, ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫോർ ഫീമെയിൽ ആയിട്ടുള്ള സഹേലി ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അടുത്തത് നോക്കി, സജസ്റ്റ് മെത്തേഡ്സ് ടു ചെക്ക് ദ പ്രസന്റ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഇൻ ഇന്ത്യ. അതായത് ഈ ഇന്നത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കൂടുതലാണല്ലേ ഇന്ത്യയിൽ, അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് നിങ്ങൾക്ക് എന്തൊക്കെ മെത്തേഡാണ് സജസ്റ്റ് ചെയ്യാനുള്ളത്, അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡ്സ് ആണ് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്ന്, ബൈ പ്രൊമോട്ടിങ് ദ യൂസ് ഓഫ് കോൺട്രാസെപ്റ്റീവ് അല്ലേ, കോൺട്രാസെപ്റ്റീവ്സിൻ്റെ യൂസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറയാം. ബൈ പ്രൊവൈഡിങ് ദ കംപ്ലീറ്റ് നോളജ് അബൌട്ട് ദ ബെനിഫിറ്റ്സ് ഓഫ് ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചിട്ട്, അവയുടെ ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാം, നോളജ് പ്രൊവൈഡ് ചെയ്യാം. അടുത്തത്, കപ്പിൾസ് വിത്ത് സ്മോൾ ഫാമിലി ഷുഡ് ബി പ്രൊവൈഡ് വിത്ത് ഇൻസെൻറ്റീവ്സ്. അതായത് ചെറിയ മൈക്രോ ഫാമിലീസ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇൻസെൻറ്റീവ്സ് കൊടുക്കാം. അപ്പോൾ അതുവഴി മൈക്രോ ഫാമിലീസ് അല്ലേ പിന്നെ ഉണ്ടാവും ആൾക്കാർ ഇൻസെൻറ്റീവ്സ് കിട്ടുന്നതിനനുസരിച്ചിട്ട്. ബൈ മേക്കിംഗ് പീപ്പിൾ അവെയർ ഓഫ് ദ കോൺസ് ഓഫ് അൺകൺട്രോൾഡ് പോപ്പുലേഷൻ റൈസ്. അതായത് ആൾക്കാരെ ബോധവാന്മാരാക്കുക. അതായത് പോപ്പുലേഷൻ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെല്ലാം എന്താണെന്ന് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് അടുത്തത്. അടുത്തൊരു കേസ് എന്താ, ബൈ ഇൻക്രീസിംഗ് ദ ഏജ് ഓഫ് മാരേജ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് ടു 21 years ആൻഡ് 18 years റെസ്പെക്റ്റീവ്ലി. അതായത് മാരേജബിൾ ഏജ് അത് ബോയ്സിനെയും ഗേൾസിനെയും എന്ത് ചെയ്യണം, അതൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത് നോക്കിയടാ, ഇതൊരു ടേബിളാണ് നൽകിയിരിക്കുന്നത് പ്രീവിയസ് ഇയറിൽ. ഇത് കംപ്ലീറ്റ് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ നോക്കുക, ബാരിയർ മെത്തേഡിൽ കോണ്ടം നൽകിയിട്ടുണ്ട്. അടുത്തൊരു ബാരൻ മെത്തേഡ് നമ്മൾ എഴുതണം. നമുക്കറിയാം ബാരൻ മെത്തേഡിൽ കോണ്ടം മാത്രമല്ലല്ലോ നമ്മൾ പഠിച്ചേ, നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഡയഫ്രം പഠിച്ചു, ഡയഫ്രംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെന്ത് പഠിച്ചു? വോൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, സർവൈക്കൽ ക്യാപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സർവൈക്കൽ ക്യാപ്സ് എഴുതാം, വോൾസ് എഴുതാം. ഓക്കെ, അപ്പോൾ എയിൽ നമുക്കതെല്ലാം കൊടുക്കാം. കോപ്പർ റിലീസിങ് IUDസിന് കോപ്പർ T ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കോപ്പർ 7 ഒരു എക്സാമ്പിൾ കൊടുക്കാം. നാച്ചുറൽ മെത്തേഡിന് കോയിറ്റസ് ഇന്ററപ്റ്റസ് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. വേറെ വേണമെങ്കിൽ നമുക്ക് ലാക്ടേഷൻ അബ്നോറിയ കൊടുക്കാം, പീരിയോഡിക് അബ്സ്റ്റിനൻസ് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. C ഞാൻ കൊടുക്കുന്നു, പീരിയോഡിക് അബ്സ്റ്റിനൻസ്. ഓക്കെ, സർജിക്കൽ മെത്തേഡിൽ ഒരെണ്ണം വാസക്ടമി ആണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന സർജിക്കൽ മെത്തേഡ് ഒരെണ്ണം ഏതായിരിക്കും? ട്യൂബെക്ടമി. എളുപ്പമല്ലേ, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇതുപോലുള്ള കംപ്ലീറ്റ് ദ ടേബിൾ ക്വസ്റ്റൻസും ചോദിക്കാം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണേ, ഇത് തന്ന എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് അടുത്ത റിവൈസ് ചെയ്യാനായിട്ട് പോണ ടോപ്പിക് എന്ന് പറയുന്നത് MTP. അതൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. MTPയുടെ ഫുൾ ഫോം അറിഞ്ഞിരിക്കുക. MTPയുടെ ഫുൾ ഫോം മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നുള്ളതാണ്. അപ്പോൾ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്താണ് എന്ന് ചോദിച്ചാൽ മക്കളെ, ഇറ്റ് ഈസ് ദ ഇൻഡ്യൂസ്ഡ് അബോർഷൻ. മനഃപൂർവ്വമായിട്ട് എന്ത് ചെയ്യാണ്, ആ ഒരു കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കുകയാണ്, മനഃപൂർവ്വം ഇൻഡ്യൂസ് ചെയ്യാണ്, അബോർഷൻ നടത്താൻ ഇൻഡ്യൂസ്ഡ് അബോർഷൻ ചെയ്യാണ്. അതായത് മനഃപൂർവ്വം വോളണ്ടറി നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ മനഃപൂർവ്വമായി അല്ലെങ്കിൽ വോളണ്ടറി ആ ഒരു പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുന്നു, അതിനെ വിളിക്കുന്ന പേരാണ്. അതായത് ആ കുഞ്ഞ് മെച്ചുർ ആകുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞിനെ നമ്മൾ എന്ത് ഇല്ലാണ്ടാക്കല്ലേ, ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താ വിളിക്കുക? MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഓർ ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന് പറയും.
MTPs എന്ന് പറയുന്നത് എന്താണ് സേഫർ ആവുന്നത്, അതായത് ചെയ്യുന്നത് ഒരു MTP ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പ്രഗ്നൻസി തുടരാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാവും അല്ലേ. പൊതുവേ MTP സേഫർ ആകുന്നത് എപ്പോഴാണ് അത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂറിങ് ദ ഫസ്റ്റ് ട്രിമസ്റ്റർ, അതായത് ആദ്യത്തെ 3 മാസം, ആ ഒരു സമയത്ത് പ്രഗ്നൻസിയുടെ ആദ്യത്തെ ഒരു 3 മാസ കാലഘട്ടമാണ് മക്കളെ ഫസ്റ്റ് ട്രിമസ്റ്റർ എന്ന് പറയുക. ആ ഒരു സമയത്ത് MTP ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അമ്മയ്ക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല, നമ്മുടെ ഹെൽത്തിനെ അത് ബാധിക്കില്ല കേട്ടോ. അടുത്ത് നോക്കുക, സെക്കൻഡ് ട്രിമസ്റ്ററിലാണ് അബോർഷൻസ് ചെയ്യണതെങ്കിൽ അത് കുറച്ചധികം റിസ്കിയർ ആണ്. ഓക്കെ, അത്രത്തോളം കുഞ്ഞ് ഡെവലപ്പ് ആയില്ലേ, അപ്പോൾ ഒത്തിരി അധികം ഹെൽത്ത് പ്രോബ്ലംസും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന റിസ്കിയർ ആയിട്ടുള്ളൊരു കാര്യമാണ് ഏതെന്ന് പറയുക സെക്കൻഡ് ട്രിമസ്റ്ററിൽ നടക്കുന്ന MTP. അടുത്ത് നോക്കുക, പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് MTPയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് എന്തൊക്കെയാണ്? മെജോറിറ്റി ഓഫ് ദി MTPs ആർ പെർഫോംഡ് ഇല്ലീഗലി. ഇപ്പം മിക്ക MTPസും ഈ പറയുന്ന ഇൻഡ്യൂസ്ഡ് അബോർഷൻസ് ഒക്കെ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നില്ലേ, അതൊക്കെ ഇല്ലീഗലായിട്ടാണ് മക്കളെ ചെയ്യുന്നത്. അടുത്തത് മിസ്യൂസ് ഓഫ് ആംനിയോസെന്റസിസ്. ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു ആംനിയോസെന്റസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആംനിയോട്ടിക് ഫ്ലൂയിഡ്, കുഞ്ഞിന്റെ ആംനിയോട്ടിക് ഫ്ലൂയിഡിനകത്ത് കുഞ്ഞിന്റെ സെല്ലുകൾ ഉണ്ടാവും. അത് എടുത്ത ശേഷം എന്താ സംഭവിക്കുക? കുഞ്ഞിന്റെ ക്രോമസോമിന്റെ അബ്നോർമാലിറ്റീസ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് അതുവഴിയുള്ള നല്ലൊരു ഉപയോഗം. പക്ഷെ ആൾക്കാർ എന്താ ചെയ്യുക? അതുവഴി കുഞ്ഞിന്റെ സെക്സ് അവിടെ ഡിറ്റർമിൻ ചെയ്യുകയാണ്, അല്ല, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നടത്തുകയാണ്. അപ്പൊ അത് മനസ്സിലാക്കുമ്പോഴേക്കും എന്താ സംഭവിക്കുക? പെൺകുട്ടിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആംനിയോസെന്റസിസ് വഴി കുഞ്ഞ് പെൺകുഞ്ഞാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഫീമെയിൽ ഫീറ്റിസൈഡിലേക്കാണ് പോകുന്നത്, പെൺ ഭ്രൂണഹത്യയിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പൊ അത് ഒരു പ്രശ്നമാണ്. അപ്പൊ ഇല്ലീഗലായിട്ട് ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന MTP നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഫീമെയിൽ ഫീറ്റിസൈഡ്, ആംനിയോസെന്റസിസിന്റെ ഫലമായിട്ട് ഫീമെയിൽ ഫീറ്റിസൈഡിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവയെല്ലാം എന്താണ്? MTPയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. പക്ഷെ MTPയുടെ ഇമ്പോർട്ടൻസ് എന്താ? MTP എന്തിനാണ് നടത്തുന്നത് അത് അറിയണ്ടേ. MTPയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു അവോയ്ഡ് അൺവാണ്ടഡ് പ്രഗ്നൻസി ഡ്യൂ ടു റേപ്സ്, കാഷ്വൽ റിലേഷൻ. ഇപ്പൊ കാഷ്വൽ റിലേഷൻഷിപ്പിന്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ റേപ്സിന്റെ ഒക്കെ ഫലമായിട്ടോ ആവശ്യമില്ലാത്ത പ്രഗ്നൻസി ഉണ്ടാവില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അടുത്തത് എസെൻഷ്യൽ ഇൻ കേസസ് വെയർ ദ കണ്ടിന്യൂസ് പ്രഗ്നൻസി കുഡ് ബി ഹാർംഫുൾ ഓർ ഈവൻ ഫേറ്റൽ ടു എയ്തർ ദ മദർ ഓർ ദ ഫീറ്റസ് ഓർ ദ ബോത്ത്. അതല്ലെങ്കിൽ ഇവിടെ പറയാം ചില പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പ്രശ്നം ഉണ്ടാക്കും, അതല്ലെങ്കിൽ ചില പ്രഗ്നൻസി ആ വളരുന്ന കുഞ്ഞിനായിരിക്കും പ്രോബ്ലം, ചിലപ്പോൾ ആ ഒരു പ്രഗ്നൻസി അമ്മയ്ക്കും കുഞ്ഞിനും പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ എന്ത് വേണ്ടി വരും? MTP വേണ്ടി വരും. അടുത്ത MTP ഹെൽപ്സ് ടു ഡിക്രീസ് ദ പോപ്പുലേഷൻ. MTP ചെയ്യുന്നതിന്റെ ഫലമായിട്ട് പോപ്പുലേഷൻ്റെ അളവ് എന്ത് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ. അപ്പോൾ ഇമ്പോർട്ടൻസ് ഉണ്ടോ MTPക്ക് എന്ന് ചോദിച്ചാൽ ഉണ്ട്, അത് നല്ല വശവും ഉണ്ട്, അതോടൊപ്പം തന്നെ ചീത്ത വശവും ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, അടുത്തത് പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് MTPയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാ? മെജോറിറ്റി ഓഫ് ദി MTP ആർ പെർഫോംഡ് ഇല്ലീഗലി. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇല്ലീഗലായിട്ടാണ് നടത്തുന്നത്. ആംനിയോസെന്റസിസ് വഴി കുഞ്ഞിന് ഫീമെയിൽ ഫീറ്റിസൈഡ് നടക്കുന്നത് എല്ലാം പ്രോബ്ലംസ് ആണ് കേട്ടോ, അതുകൂടി ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഏതിൽ നിന്നാ? MTPയിൽ നിന്ന്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റുന്ന അടുത്തൊരു സെക്ഷനാണ് STDs. മക്കളെ STD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? STDs എന്ന് പറയാം, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. അതായത് ഡിസീസസ് ഓർ ഇൻഫെക്ഷൻസ് ദാറ്റ് ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷുവൽ ഇന്റർകോഴ്സ്. അതായത് ഒരു സെക്ഷുവൽ ഇന്റർകോഴ്സിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഒരു പാർട്ട്ണറിൽ നിന്ന് മറ്റൊരു പാർട്ട്ണറിലേക്ക് കൈമാറുന്ന അസുഖങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ, STDs അഥവാ വെനറിയൽ ഡിസീസ് അഥവാ അതെങ്കിൽ VD, അതല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ് RTI എന്നൊക്കെ നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ പലതരത്തിലുള്ള പേരുകൾ പഠിക്കുക. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന് പറയുന്നുണ്ട്, പിന്നെ ഇതിന് വേറെ ഒരു പേരുണ്ട് കേട്ടോ, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്നും ഇത് അറിയപ്പെടുന്നത്. STI ആണെങ്കിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ആണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്നും കൂടി ഇതിന്റെ പേരുണ്ട്, ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഈ പറയുന്ന STDs പലതരത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് നമുക്ക് ക്യൂർ ചെയ്യാം, അത് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് ക്യൂർ ചെയ്യാൻ പറ്റുന്ന, ഭേദമാക്കാൻ പറ്റുന്ന ഡിസീസസും ഉണ്ട്, ഭേദമാക്കാൻ പറ്റാത്ത ഡിസീസസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ക്യൂറബിളും ഉണ്ട്, നോൺ ക്യൂറബിളും ഉണ്ട്. അപ്പോൾ ഭേദമാക്കാൻ പറ്റുന്ന കാറ്റഗറിയിൽ വരുന്ന STDs ആണ് ഗൊനേറിയ, സിഫിലിസ്, ക്ലാമിഡയാസിസ്, ജെനിറ്റൽ വാർട്സ്, ട്രൈക്കോമോണിയാസിസ്. അതേസമയം ക്യൂർ ചെയ്യാൻ പറ്റാത്ത നോൺ ക്യൂറബിൾ കാറ്റഗറിയിൽ വരുന്ന STDസിന് എക്സാമ്പിൾസ് ആണ് ജെനിറ്റൽ ഹെർപ്പിസ്, ഹെപ്പറ്റൈറ്റിസ് B, എയ്ഡ്സ് തുടങ്ങിയവ. അപ്പോൾ അതൊന്ന് പഠിക്കണേ. ചിലപ്പോൾ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ ഇത് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ആരൊക്കെയാണ്? ജെനിറ്റൽ ഹെർപ്പിസ്, ഹെപ്പറ്റൈറ്റിസ് B, എയ്ഡ്സ് തുടങ്ങിയവ എന്തിന് എക്സാമ്പിളാണ്? നോൺ ക്യൂറബിൾ ആയിട്ടുള്ള STDസിന് ഉദാഹരണമാണ്. ഓക്കെ, അടുത്തത്
സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുമായി ബന്ധപ്പെട്ട സിംറ്റംസ് നോക്കിയടാ, ഇച്ചിങ്, ചൊറിച്ചിലുണ്ടാകും, ഫ്ലൂയിഡ് ഡിസ്ചാർജ്, അതായത് ആ ഒരു റീപ്രൊഡക്റ്റീവുമായി ബന്ധപ്പെട്ട ആ ഒരു ഏരിയയിലൊക്കെ എന്താണ് ഫ്ലൂയിഡ് ഡിസ്ചാർജ് ഉണ്ടാകാം, സ്ലൈറ്റ് പെയിൻ, വേദന, ചെറിയ വേദന ഉണ്ടാവാം, സ്വെല്ലിങ്സ്, ആ ഏരിയയിൽ വീക്കം ഉണ്ടാകാം. ജെനിറ്റൽ റീജിയനാണ് കേട്ടോ, റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ആ ഏരിയയിലാണ് ഇങ്ങനത്തുള്ള സിംറ്റംസ് ഒക്കെ വരിക. അടുത്ത കോൺസിക്വൻസസ്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കോൺസിക്വൻസ്? ഒരാൾക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോൺസിക്വൻസ് എന്തൊക്കെയാണ്? PID ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. PID എന്ന് പറഞ്ഞാൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസിനെയാണ് നമ്മൾ PID എന്ന് പറയാം. അതല്ലെങ്കിൽ ഒരാൾക്ക് ഈ പറഞ്ഞ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ട്, അവർ പ്രഗ്നന്റ് ആണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു കുഞ്ഞ് അബോഷൻ നടക്കാൻ അല്ലെങ്കിൽ അബോട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അബോഷൻസ്, അതോടൊപ്പം തന്നെ സ്റ്റിൽ ബർത്ത്, പിന്നെ എക്ടോപിക് പ്രഗ്നൻസി, ട്യൂബൽ പ്രഗ്നൻസി എന്നൊക്കെ നമ്മൾ പറയില്ലേ, എക്ടോപിക് പ്രഗ്നൻസി, വന്ധ്യത, ഇൻഫെർട്ടിലിറ്റി, പിന്നെ ക്യാൻസർ, റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിന് ക്യാൻസർ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും എന്ത് നയിക്കാം? STDs നയിക്കാം. അപ്പോൾ ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടൊരു സിറ്റുവേഷൻ ആണ് അല്ലേ? അപ്പോൾ STDs എന്താണെന്ന് മനസ്സിലായി. STDs തന്നെ 2 തരത്തിൽ, ക്യൂറബിൾ, നോൺ ക്യൂറബിൾ കാറ്റഗറീസ് ഉണ്ടെന്ന് മനസ്സിലായി. അതിൽ തന്നെ സിംറ്റംസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, കോൺസിക്വൻസസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നോക്കാം പ്രിക്കോഷൻസ് ടു അവോയ്ഡ് STD. അപ്പോൾ STDസുമായി ബന്ധപ്പെടുത്തിയിട്ട് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിൻ്റെ പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. ഓക്കെ, അറിയാത്ത പാർട്ട്നേഴ്സുമായിട്ട്, അതല്ലെങ്കിൽ ഒരുപാട് പാർട്ട്നേഴ്സ്, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുമായിട്ടുള്ളതൊക്കെ സെക്ഷൽ കോൺടാക്ട്, സെക്ഷൽ ഇന്റർകോഴ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. Always use condoms during coitus. In case of doubt, one should go to a qualified doctor for early detection and get a complete treatment. അതായത് എന്താണ്, കോയിറ്റസ് ഒക്കെ നടക്കുന്ന സമയത്ത്, സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കുന്ന സമയത്ത് ബാരിയർ മെത്തേഡായുള്ള കോണ്ടംസ് യൂസ് ചെയ്യുക. പിന്നെ ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ട് എന്നൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ട്രീറ്റ് ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കാതെ എന്ത് ചെയ്യണം? ഒരു മെഡിക്കൽ ഹെൽപ്പ് തേടണം, ഒരു ഡോക്ടറിനെ, ഒരു ഫിസിഷ്യനെ പോയി കാണണം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് പറയാനായിട്ടുള്ള പ്രിക്കോഷൻസ്. ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, നോൺ ക്യൂറബിൾ കാറ്റഗറീസിൽ വരുന്ന സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ് ഏതൊക്കെ? ഹെപ്പറ്റൈറ്റിസ് ബി, HIV, ജെനിറ്റൽ ഹെർപ്പസ് തുടങ്ങിയവ. അതിൽ ഹെപ്പറ്റൈറ്റിസ് ബിയും HIV-യും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരുപോലെയാണ്, ഒരേ തരത്തിലൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കി വെച്ചേക്കാം. ബൈ ഷെയറിംഗ് ഓഫ് ഇഞ്ചക്ഷൻ നീഡിൽ, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എക്സെട്ര. അതായത് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഇഞ്ചക്ഷൻ നീഡിലൊക്കെ ഷെയർ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി, അതോടൊപ്പം തന്നെ AIDS ഒക്കെ പകരാം, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാം. ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡിലൂടെ ഹെപ്പറ്റൈറ്റിസ് ബിയും പകരാറുണ്ട്, AIDS-ഉം പകരാറുണ്ട്. പിന്നെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, അതായത് ഈ പറഞ്ഞ ഹെപ്പറ്റൈറ്റിസ് ബിയും അല്ലെങ്കിൽ AIDS ഒക്കെ ഉള്ള അമ്മയിൽ നിന്ന് ഉറപ്പായിട്ട് ആരിലെത്തും? കുഞ്ഞിലേക്ക് എത്തും. അപ്പൊ ഇങ്ങനെ ഇത് പകരാറുണ്ട്. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബിയും HIV-യും പൊതുവെ ഏകദേശം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഒരേ റൂട്ടാണ് അല്ലേ? അതാണ് ഇവിടെ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഡിസീസ് ഓർ ഇൻഫെക്ഷൻസ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷൽ ഇന്റർകോഴ്സ് ആർ കോൾഡ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. അതായത് STDയുടെ ഒരു ഡെഫിനിഷനാണ് ഇവിടെ നൽകിയത്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ ഇന്റർകോഴ്സിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന അസുഖമാണ്. ഗീവ് എനി 2 എക്സാമ്പിൾസ് ഓഫ് STD. ഏതെങ്കിലും 2 എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞത്. നമുക്ക് എഴുതാമല്ലോ എക്സാമ്പിൾ ഏത് എഴുതാം? നമുക്ക് ക്ലാമിഡയാസിസ്, AIDS. ഞാൻ 2 എക്സാമ്പിൾ എഴുതി. ഓക്കെ, ഇനി എന്താ? റൈറ്റ് ഇനി 2 പ്രിവെന്റീവ് മെഷേഴ്സ് ടു അവോയ്ഡ് STD അവോയ്ഡ് ചെയ്യാൻ 2 പ്രിവെന്റീവ് മെഷേഴ്സ്. അപ്പോൾ അതിൽ ഒരെണ്ണം നമുക്ക് എഴുതാം, അവോയ്ഡ് സെക്ഷൽ ഇന്റർകോഴ്സ് വിത്ത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. പിന്നെന്താ നമുക്ക് പറയാൻ പറ്റും? പിന്നെ നമ്മൾ പഠിച്ച കേസാണല്ലോ, യൂസ് കോണ്ടംസ് അല്ലേ നമ്മൾ പറഞ്ഞേ അല്ലേ? അപ്പോൾ നമുക്കത് എഴുതാം, യൂസ് കോണ്ടംസ് ഡ്യൂറിങ് സെക്ഷൽ ഇന്റർകോഴ്സ്, അല്ലെ? കോണ്ടംസ് യൂസ് ചെയ്യാം. ഓക്കെ, 2 എഴുതാൻ പറഞ്ഞു, 2 നമ്മൾ എഴുതി. ഇനി ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് സെക്ഷനാണ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കേണ്ട, റിവൈസ് ചെയ്യേണ്ട അടുത്തൊരു സെക്ഷനാണ് മക്കളെ, ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന സെക്ഷൻ. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു സെക്ഷനകത്ത് എന്താ പറയുന്നത് നോക്കി. ഇറ്റ് ഈസ് ദ ഇനബിലിറ്റി ഓഫ് എ മെയിൽ ഓർ ഫീമെയിൽ ടു പ്രൊഡ്യൂസ് ചിൽഡ്രൻ ഈവൻ ആഫ്റ്റർ 2 years ഓഫ് സെക്ഷൽ കോഹാബിറ്റേഷൻ. അതായത് ഒരു മെയിൽ അല്ലെങ്കിൽ ഒരു ഫീമെയിലിന് എന്താണ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ തൊട്ടടുത്ത തലമുറ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവില്ലാണ്ടായി പോകണം. അതായത് ഏകദേശം ഒരു 2 വർഷക്കാലത്തോളം ഒരു കോൺട്രസെപ്റ്റീവ്സ് മെത്തേഡ്സും യൂസ് ചെയ്യാതെ അവർ ജീവിച്ചിട്ട് കൂടിയും അവർക്ക് എന്ത് ചെയ്യാണ്, തൊട്ടടുത്തൊരു തലമുറ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല അല്ലേ? അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതെന്താണ്? ഇൻഫെർട്ടൈൽ കപ്പിളാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള മെയിലാണ്, ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു ഫീമെയിൽ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും.
അപ്പോൾ ഇനി അടുത്തൊരു പോയിന്റ് പറയുന്നുണ്ടോ, ദ റീസൺസ് ഫോർ ഇൻഫെർട്ടിലിറ്റി മേ ബി ഫിസിക്കൽ, കൺജനീറ്റൽ ഡിസീസസ്, ഡ്രഗ്സ്, ഇമ്മ്യൂണോളജിക്കൽ ഓർ സൈക്കോളജിക്കൽ. അപ്പോൾ ഇൻഫെർട്ടിലിറ്റിക്കുള്ള കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഫിസിക്കൽ ആയിരിക്കാം, ജനിതകപരമായിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടായിരിക്കാം, അതല്ലെങ്കിൽ എന്താണ് ഫിസിയോളജിക്കലോ സൈക്കോളജിക്കൽ പരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പരമായിട്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ പലതരത്തിൽ എന്ത് വരാം, ഇൻഫെർട്ടിലിറ്റി വരാൻ ചാൻസ് ഉണ്ട്. Infertile couples could be assisted to have children through certain special techniques called assisted reproductive technologies or ART. മക്കളെ, അപ്പോൾ ART അഥവാ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള കപ്പിൾസിന് തൊട്ടടുത്ത തലമുറ ഉൽപ്പാദിപ്പിക്കാനായിട്ട് മെഡിക്കൽ ഹെൽപ്പ് ഉണ്ട്. ഓക്കെ, അതായത് മെഡിക്കൽ ഹെൽപ്പിലൂടെ കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും ഇൻഫെർട്ടൈൽ കപ്പിൾസിന്. ആ ഒരു ടെക്നോളജിയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ആണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അതിലൊന്നാമത്തതാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, IVF അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താന്ന് നോക്കി, ഇവിടെ കുറേയധികം സ്റ്റെപ്പുകളുണ്ട്. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേനും അവിടെ കുറച്ച് സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഓവർ ഫ്രം ദ വൈഫ് ഓർ ഡോണർ ആൻഡ് സ്പേം ഫ്രം ദ ഹസ്ബൻഡ് ഓർ ഡോണർ ആർ കളക്റ്റഡ്. അല്ല, അതായത് ഗമീറ്റുകൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. അതായത് വൈഫിൻ്റെ കയ്യിൽ നിന്ന് ഓവം, അല്ലെങ്കിൽ ഡോണറിൻ്റെ കയ്യിൽ നിന്നും, ഡോണർ ഫീമെയിലിൻ്റെ കയ്യിൽ നിന്ന് ഓവം, അതുമല്ലെങ്കിൽ സ്പേം നമ്മൾ കളക്ട് ചെയ്യുന്നു ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന്, ആ സ്പേം കൊടുക്കുന്ന ഡോണറിൻ്റെ കയ്യിൽ നിന്നോ അങ്ങനെ നമ്മൾ കളക്ട് ചെയ്യുന്നു. അത് ഗാമീറ്റ്സ് നമ്മൾ കളക്ട് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് അത് ലാബിൽ വെച്ചിട്ട് അത് എന്ത് ചെയ്യിപ്പിക്കുകയാണ്, ഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, അതാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അവിടെ ചെയ്യിപ്പിക്കുന്നത്. ലാബിൽ വെച്ചിട്ട് ഇത് ഫ്യൂസ് ചെയ്യിക്കുന്നു. ഇൻ ദ ലാബ്, ഇൻവിട്രോ എന്ന് പറഞ്ഞാൽ ഇൻ ദ ലബോറട്ടറി കണ്ടീഷൻ എന്നുള്ളൊരു അർത്ഥമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സൈഗോട്ടാക്കി മാറ്റും. എന്നിട്ട് ഈ പറയുന്ന സൈഗോട്ടിനെ ഇനി എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്, ഇൻവിട്രോ ഫെർട്ടിലൈസേഷനിൽ ആദ്യം ഗമീറ്റുകൾ കളക്ട് ചെയ്തു, അത് ലാബിൽ വെച്ച് ഫ്യൂസ് ചെയ്യിപ്പിച്ച് സൈഗോട്ടാക്കി, എന്നിട്ട് ഈ പറയുന്ന സൈഗോട്ട് അഥവാ എംബ്രിയോനെ എന്ത് ചെയ്യാണ്, ഇനി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ ഈ എംബ്രിയോ ട്രാൻസ്ഫർ തന്നെ 2 തരത്തിലുണ്ട്. ഓക്കെ, എംബ്രിയോ ട്രാൻസ്ഫർ എത്ര തരത്തിലുണ്ട്, 2 തരത്തിൽ. എംബ്രിയോ ട്രാൻസ്ഫർ ആണ് 2 തരത്തിലുള്ളത്. എംബ്രിയോ ട്രാൻസ്ഫർ ഈസ് ഓഫ് 2 types. ഓക്കെ, അതിലൊന്നാമതാണ് സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ അഥവാ സിഫ്റ്റ്. പിന്നെ ഒരെണ്ണമാണ് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ അഥവാ IUT. ഓക്കെ, അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫർ എത്ര തരത്തിലുണ്ട്, 2 തരത്തിൽ. ഏതൊക്കെയാണ്, സ്വിഫ്റ്റും IUTയും. അപ്പോൾ സ്വിഫ്റ്റിന്റെ ഫുൾ ഫോം എന്താടാ, സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ എന്നല്ലേ. അതായത് ട്രാൻസ്ഫർ ഓഫ് സൈഗോട്ട് ഓർ ദ ഏർലി എംബ്രിയോസ് വിത്ത് അപ് ടു 8 blastomeres into the fallopian tube. നമുക്കറിയാം സൈഗോട്ടിന് ക്ലീവേജ് നടക്കും. അതിന്റെ ഫലമായിട്ട് 2 സെല്ല് 4 ആകും, 4 8 ആകും, 8 16 ആവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാ അല്ലേ. 16 ബ്ലാസ്റ്റോമിയർ ഒക്കെ ഉണ്ടാവും, അതിനപ്പുറം ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, സൈഗോട്ടിന് ക്ലീവേജ് നടക്കുന്നതിന്റെ ഫലമായിട്ട് ഏകദേശം ഒരു 8 ബ്ലാസ്റ്റോമിയർ വരെയുള്ള ഒരു സ്റ്റേജ് ഫോം ചെയ്താൽ ആ സൈഗോട്ടിന് 8 ബ്ലാസ്റ്റോമിയർ വരെയുള്ള ആ ഒരു സൈഗോട്ടിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, എടുത്ത് 8 ബ്ലാസ്റ്റോമിയർ വരെയുള്ള സൈഗോട്ടിനെ എടുത്ത് നമ്മൾ ഫലോപ്പിയൻ ട്യൂബിലേക്ക് മാറ്റുകയാണ്. ഫീമെയിലിന്റെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് നമ്മൾ മാറ്റിയാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ദ സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. സൈഗോട്ടിനെ അല്ലെങ്കിൽ 8 ബ്ലാസ്റ്റോമിയർ സ്റ്റേജിലായ ആ ഏർലി എംബ്രിയോനെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഫീമെയിലിന്റെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഈ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് സ്വിഫ്റ്റ്. ഓക്കെ, അടുത്ത മെത്തേഡാണ് IUT, ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് എംബ്രിയോസ് വിത്ത് മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയേഴ്സ് ഇൻ ടു ദ യൂട്രസ്. അതായത് 8 ബ്ലാസ്റ്റോമിയേഴ്സിൽ കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എംബ്രിയോസിനെ എന്ത് ചെയ്യാണ്, യൂട്രസിലേക്ക് മാറ്റാൻ പറ്റും. കാരണം അത്രത്തോളം ഡെവലപ്ഡ് ആയി കഴിഞ്ഞില്ലേ ആ എംബ്രിയോ, 8ൽ കൂടുതലായില്ലേ. അപ്പോൾ അത്രത്തോളം ഡെവലപ്ഡ് ആയിട്ടുള്ളതിനെ ഒരിക്കലും ഒരു ഫലോപ്പിയൻ ട്യൂബിൽ വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ യൂട്രസിലോട്ടല്ലേ മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ യൂട്രസിലോട്ടായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനെയാണ് IUT എന്ന് പറയുക. അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫർ 2 തരത്തിൽ നമുക്ക് പറയാം, ഒന്ന് സ്വിഫ്റ്റും പിന്നൊന്ന് IUTയും. അപ്പോൾ ഒരു മെത്തേഡ് നമ്മളിപ്പോൾ പഠിച്ചു, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ നമ്മൾ പഠിച്ചു. ഇനി അടുത്തൊരു മെത്തേഡാണ്, അടുത്ത ഒരു ART, ദാറ്റ് ഈസ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ആണ് ഗിഫ്റ്റ്, ദാറ്റ് ഈസ് ഗമീറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. അതെന്താ നോക്കിയടാ, ട്രാൻസ്ഫർ ഓഫ് ആൻ ഓവം കളക്റ്റഡ് ഫ്രം എ ഡോണർ ഇൻ ടു ദ ഫലോപ്പിയൻ ട്യൂബ് ഓഫ് അനദർ ഫീമെയിൽ. അതായത് ഓവമാണ് ഇവിടുത്തെ ഗമേറ്റ്. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് ഓവം കളക്ട് ഫ്രം എ ഡോണർ, അതായത് ഒരു ഡോണർ ഫീമെയിലിൻ്റെ നിന്ന് കളക്ട് ചെയ്ത ഓവം എടുത്തിട്ട്
വേറൊരു ഫീമെയിലിന്റെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അതായത് ഒരു ഗമേറ്റിനെ എടുത്തിട്ട്, ഗമേറ്റായ ഓവം എടുത്തിട്ട്, ഒരു ഡോണറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഗമേറ്റായ ഓവം എടുത്തിട്ട് മറ്റൊരു ഫീമെയിലിന്റെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് വച്ചു കൊടുക്കുകയാണ്. ഗാമേറ്റിനെ ഇല്ലയോ നമ്മൾ ഫലോപ്പിയൻ ട്യൂബിലോട്ട് വെച്ചു കൊടുത്തേ, ഫലോപ്പിയൻ ട്യൂബിനകത്തേക്ക് വെച്ചു കൊടുത്തേ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഗാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഓക്കെ, ദിസ് ടെക്നിക് ഈസ് ഡൺ ഫോർ ഫീമെയിൽസ്. ഇത് ആർക്കാണ് നടത്തുന്നത്? ഫീമെയിൽസിനാണ്. ഫീമെയിൽസിന്റെ കേസിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫോർ ഫീമെയിൽസ് ഹു കനോട്ട് പ്രൊഡ്യൂസ് ഓവം. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അവർക്ക് ഫെർട്ടിലൈസേഷൻ നടത്താനും ഡെവലപ്മെന്റ് നടത്താനും ഒക്കെ ഉള്ള എല്ലാ എൻവയോൺമെന്റും ഉണ്ട്. കൃത്യമാർന്ന രീതിയിൽ അവർക്ക് ഓവം പ്രൊഡ്യൂസ് ചെയ്യാത്തൊരു ഫീമെയിലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഏതെന്ന് പറയാ? ഗിഫ്റ്റ് എന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പൊ ഗിഫ്റ്റ് എന്താണ്? ഗമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഓക്കെ, നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ART പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ICSI എന്താണ്, ദാറ്റ് ഈസ് ICSI എന്താണെന്ന് നോക്കാം. ICSI ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ ആണ്. മക്കളെ അതെന്താണെന്ന് ചോദിച്ചാൽ, എ സിംഗിൾ സ്പേം ഈസ് ഇഞ്ചക്റ്റഡ് ഡയറക്ട്ലി ഇൻടു ആൻ എഗ്. ഒരു എഗ്ഗിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു സിംഗിൾ സ്പേമിനെ എന്ത് ചെയ്യാണ്? ഇഞ്ചക്ട് ചെയ്യാണ്. ദെൻ ദ ഫെർട്ടിലൈസ്ഡ് എഗ് ഈസ് ഇംപ്ലാന്റഡ് ഇൻടു ദ വിമൺസ് യൂട്രസ്. എന്നിട്ട് ഈ പറയുന്ന ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിനെ വിമന്റെ യൂട്രസിലേക്ക് നമ്മൾ വുമൻസിന്റെ യൂട്രസിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ഓക്കെ, അപ്പൊ അതായത് ഇവിടെ നോക്കുക, ഒരു സ്പേമിന്, ഒരു സിംഗിൾ സ്പേം എടുത്തേച്ച് നമ്മൾ എന്ത് ചെയ്യണു? എഗ്ഗിനേക്ക് നമ്മൾ എന്ത് ചെയ്യണു? ഇഞ്ചക്ട് ചെയ്യാണ്. ഓക്കെ, അതാണ് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ഓക്കെ, അടുത്തത് AI. എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആണ്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്താ നോക്കി? ദ സെമൻ കളക്ടഡ് ഫ്രം ദ ഹസ്ബൻഡ് ഓർ എ ഹെൽത്തി ഡോണർ ഈസ് ആർട്ടിഫിഷ്യലി ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ വജൈന ഓർ ദ യൂട്ടറസ് ഓഫ് ദ ഫീമെയിൽ. അതായത് സെമൻ കളക്ട് ചെയ്യുന്നു, ഒന്നുകിൽ ആ ഒരു ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഡോണറിന്റെ കയ്യിൽ നിന്നും സെമൻ കളക്ട് ചെയ്തതിന് ശേഷം അത് ഫീമെയിലിന്റെ വജൈനയിലേക്കോ അല്ലെങ്കിൽ ഫീമെയിലിന്റെ യൂട്രസിലേക്കോ ആർട്ടിഫിഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രൊസീജിയർ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേറ്റ് ചെയ്യുന്നത് ഫീമെയിൽ യൂട്രസിലേക്കാണെങ്കിൽ അതിന്റെ പേരൊന്ന് മാറ്റുക. ഇറ്റ് ഈസ് കോൾഡ് ഇൻട്രാ യൂട്ടറൈൻ ഇൻസെമിനേഷൻ. ഓക്കെ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യുന്നത് ഫീമെയിലെ യൂട്രസിലേക്കാണ് ഇൻസെമിനേറ്റ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അതിന്റെ പേരെന്താ? ഇൻട്രാ യൂട്ടറൈൻ ഇൻസെമിനേഷൻ. അപ്പൊ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിൽ പാർട്ട്ണറിന് കൃത്യമാർന്ന രീതിയിൽ ഫീമെയിലിന്റെ ബോഡിയിലേക്ക് ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മെയിൽ പാർട്ട്ണറിന്റെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമിന്റെ അളവ് വളരെയധികം കുറവാണ്. ഇങ്ങനെയുള്ള കണ്ടീഷനിലാണ് ഏത് പ്രൊസീജിയർ ചെയ്യണത്? AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യണത്. ഓക്കെ, അപ്പൊ ഇവിടെ മെയിൽ പാർട്ട്ണറുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആണ് അല്ലെ, അത് മാറ്റാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. തൊട്ടുമുമ്പ് പഠിച്ച ഗിഫ്റ്റിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഫീമെയിൽ പാർട്ട്ണറുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. എക്സ്പാൻഡ് ദ ഫോളോയിങ് ടേംസ് റിലേറ്റഡ് ദ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ട് തന്നിട്ടുള്ള ടേംസ് എക്സ്പാൻഡ് ചെയ്യുക. ICSI എന്തായിരുന്നു? ICSI ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. എളുപ്പമാണല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. GIFT, ഗിഫ്റ്റ്. അതിന്റെ ഫുൾ ഫോം അറിയാലോ? ഗമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ക്ലിയർ അല്ലയോ? സിമ്പിൾ ആയിരുന്നു അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് ARTയുടെ ഫുൾ ഫോം എഴുതുക. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. എളുപ്പമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സജസ്റ്റ് ദ ആർട്ട് വിച്ച് മേ ബി സക്സസ്ഫുൾ ഇൻ ദ ഫോളോയിങ് കണ്ടീഷൻ. താഴെ തന്നിരിക്കുന്ന കണ്ടീഷനിൽ ഏത് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യാൻ പോണേന്ന് നോക്കാം. ഇനബിലിറ്റി ഓഫ് ദ മെയിൽ പാർട്ട്ണർ ടു ഇൻസെമിനേറ്റ് ദ ഫീമെയിൽ. അതായത് മെയിൽ പാർട്ട്ണറിന് കൃത്യമാർന്ന രീതിയിൽ ഫീമെയിലിന്റെ ബോഡിയിലേക്ക് ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഏത് ടെക്നിക്കായിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന ടെക്നിക്കായിരിക്കും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അല്ലേ? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫീമെയിൽ കനോട്ട് പ്രൊഡ്യൂസ് ഓവം ബട്ട് ക്യാൻ പ്രൊവൈഡ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഫോർ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഫർദർ ഡെവലപ്മെന്റ്. ഫീമെയിലിന് ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ കൃത്യമാർന്ന രീതിയിലുള്ള ഫെർട്ടിലൈസേഷന് വേണ്ടിയും ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള എല്ലാ എൻവയോൺമെന്റും കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ART എന്ന് പറയുന്നത് ഗിഫ്റ്റ് ആണ്. ഗമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഓക്കെ, സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ. അതായത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായി ബന്ധപ്പെടുത്തി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പൊതുവെ സിമ്പിളാണ്. ഓക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഒന്നും കൂടെ ഒന്ന് എടുത്ത് തന്നേക്കാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, എയുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി തന്നിട്ടുണ്ട് ഇവിടെ. അതിനുശേഷം
ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അതെന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സെമൻ കളക്ടഡ് ഫ്രം ദ ഹസ്ബൻഡ് ഓർ ദ ഹെൽത്തി ഡോണർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ വജൈന ഓർ ദ യൂട്രസ് ഓഫ് ദ ഫീമെയിൽ. യൂട്രസിലേക്കാണ് ഇത് ഇഞ്ചെക്ട് ചെയ്യുന്നതെങ്കിൽ IUI എന്ന് പറയും, ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറയുന്നു. ഈ ടെക്നിക്ക് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മെയിൽ പാർട്ട്ണറിന് ഇൻസെമിനേറ്റ് ചെയ്യാനുള്ള ഇനബിലിറ്റി ഉള്ളപ്പോഴോ അല്ലെങ്കിൽ ലോ സ്പേം കൗണ്ടോ ആകുമ്പോഴാണ് ഈ ഒരു ടെക്നിക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ മെത്തേഡ് എന്തായിരുന്നു? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫീമെയിലിന് ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ART ഏതാണ്? ഗമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ, ദാറ്റ് ഇസ് ഗിഫ്റ്റ്. ഓക്കെ, അത് ഞാൻ ആൻസർ ആയിട്ട് കൊടുത്തു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഡയഗ്രംസ് A and B given below related to contraceptive method. കോൺട്രാസെപ്റ്റീവ് മെത്തേഡുമായി നൽകിയിരിക്കുന്ന രണ്ട് ഫിഗേഴ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എയും കൊടുത്തിട്ടുണ്ട്, B. ആദ്യത്തെയാണ് A, രണ്ടാമത്തത് B. അപ്പോൾ A എന്താ, B എന്താ? ഇത് ഏത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി കാണും. സ്റ്റെറിലൈസേഷൻ മെത്തേഡ് അതല്ലെങ്കിൽ സർജിക്കൽ മെത്തേഡ്. A എന്ന് പറയുന്നത് ഇത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാണ്, സർജിക്കൽ മെത്തേഡാണ്. അതുകൊണ്ട് നമുക്ക് പറയാം A എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് വാസെക്ടമി. B എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെടുത്തിയത് ആയതുകൊണ്ട് തന്നെ നമുക്കിത് പറയാൻ പറ്റും, ദിസ് ഈസ് ട്യൂബെക്ടമി. അപ്പോൾ ഇതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലെയിൻ ചെയ്യാലോ. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? വാസെക്ടമി എന്ന് പറയുമ്പോഴത്തേനും വാസ് ഡിഫറൻസിൽ കട്ട് ഉണ്ടാക്കി ടൈ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതുവഴി ഗാമേറ്റിന്റെ ട്രാൻസ്ഫർ നടക്കൂല. അടുത്തത് ഈ പറഞ്ഞ ട്യൂബെക്ടമിയുടെ കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലോപ്പിയൻ ട്യൂബിൽ കട്ട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? അതും നമ്മൾ ടൈ ചെയ്ത് വെക്കുന്നു. അവിടെയും ഇതുപോലെ തന്നെ ഗാമേറ്റിൻ ട്രാൻസ്ഫർ നടക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഓക്കെ, വൈ ദിസ് മെത്തേഡ് ഇസ് ജനറലി അഡ്വൈസ്ഡ് ആസ് എ ടെർമിനൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ. എന്തുകൊണ്ടാണ് ഈ പറയുന്നത് ഈ ഒരു മെത്തേഡ്, സർജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് ടെർമിനൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത്? ബിക്കോസ് ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് പറയാൻ പറ്റും എന്താണ്, വളരെ ഹൈ ഒരു റിസ്കിയറും ഇവിടെ ഇല്ല എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇവിടുത്തെ കേസിൽ എന്താണ്, വളരെയധികം ലെസ് റിവേഴ്സിബിലിറ്റി ആണെന്ന് പറയാം. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. ലെസ് റിവേഴ്സിബിലിറ്റി ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു പോയിന്റ് ഉണ്ട്. ഇവിടുത്തെ കേസിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ പ്രഗ്നന്റ് ആവാനുള്ള ചാൻസ് ഉണ്ടോടാ? 0% അല്ലേ? 0% ചാൻസ് ആണ് പ്രഗ്നൻസിയിൽ. അപ്പോൾ 0% ചാൻസ് ആണ് എന്തെന്ന് പറയുന്നത് പ്രഗ്നന്റ് ആകാനുള്ളത്. അപ്പോൾ ആ ഒരു കേസും കൂടിയാണ് നമ്മൾ എവിടെ എഴുതേണ്ടത്? ഈ പറയുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എഴുതേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നമ്മൾ മാക്സിമം ഷോർട്ടാക്കി റിവൈസ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതണേ. ഓൾ ദി ബെസ്റ്റ്.